മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് ശരിയായ ആചാരങ്ങളെന്നും ആ രംഗത്ത് സമൂഹത്തിലുള്ള അനാചാരങ്ങൾ ബിദ്അത്തുകൾ എന്തെല്ലാമാണ് എന്നുമുള്ള ഒരു പഠന ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഏറ്റവും അധികം അനാചാരങ്ങൾ നിലനിൽക്കുന്നത് മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അത് ലോകത്തെവിടെയും അങ്ങനെയാണ്. ഓരോരോ പ്രദേശത്ത് പുതിയ പുതിയ അനാചാരങ്ങൾ നാൾക്ക് നാൾ ഉണ്ടായി വരും എന്നതൊഴിച്ചാൽ എവിടെയും അനാചാരങ്ങൾക്ക് കുറവില്ല മരണവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ. എന്നാൽ ഇസ്ലാമിക അധ്യാപന പ്രകാരം ഏറ്റവും അധികം ആചാരങ്ങൾ കുറവുള്ള മേഖലയും മരണം തന്നെയാണ്. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ, അദ്ദേഹം ഇവിഷയകമായി മാത്രം ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. അഹ്കാമുൽ ജനായിസി വ ബിദ്അഉഹ എന്നാണ് അദ്ദേഹം ആ കിതാബിന് പേരിട്ടത്. അതായത് മയ്യിത്തുമായി ബന്ധപ്പെട്ട വിധികളും അതുമായി ബന്ധപ്പെട്ട ബിദ്അത്തുകളും അനാചാരങ്ങളും എന്ന പേരിൽ അദ്ദേഹം ഒരു കിതാബ് എഴുതിയപ്പോൾ ലോകാടിസ്ഥാനത്തിൽ നടപ്പുള്ളതും അദ്ദേഹത്തിന്റെ അറിവിലും അന്വേഷണത്തിലും അറിയാൻ കഴിഞ്ഞതുമായ ബിദ്അത്തുകളെ അദ്ദേഹം എണ്ണി. അതിൽ 232 ബിദ്അത്തുകൾ അദ്ദേഹം എണ്ണി പറഞ്ഞത്. 232 ബിദ്അത്തുകൾ മയ്യിത്തുമായി ബന്ധപ്പെട്ടത് മാത്രം ആ കിതാബിൽ അദ്ദേഹം നമ്പറിട്ട് കൊടുക്കുന്നുണ്ട്. അത് തന്നെ അദ്ദേഹം നമ്മുടെ നാട്ടിലൊന്നും വന്നിട്ടില്ല. അറബി നാടുകളൊക്കെ അദ്ദേഹം പരിചയമുള്ള, നമ്മുടെ നാട്ടിലൊക്കെ അദ്ദേഹം ഒന്ന് വന്നു പോവുകയാണെങ്കിൽ അത്ര കൂടി ഇനി ഉണ്ടാകും ആ കിതാബിലേക്ക് ചേർക്കാൻ. അത്രയേറെ അനാചാരങ്ങൾ മരണവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മരണവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ അനാചാരം ഉണ്ടാകുന്നത്? ഒന്ന്, ആ ഒരു സന്ദർഭം എന്നത് മരിച്ച ആളുടെ ബാക്കിയുള്ളവർ, അവകാശികൾ, അവർ ഏറെ വിഷമവും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഉണ്ടാവുക. വിശിഷ്യ പെട്ടെന്നുള്ള മരണങ്ങളോ അതല്ലെങ്കിൽ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ മരണങ്ങളോ ഒക്കെ ആണെങ്കിൽ ആ ഒരു വിഷമാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് ആ സമയത്ത് എന്ത് നിർദ്ദേശവുമായി ആര് വന്നാലും അതൊക്കെ പ്രാവർത്തികമാക്കാൻ ആളുകൾ ആ സമയത്ത് തയ്യാറാകും എന്ന് ചിലർക്കറിയാം. അതുകൊണ്ട് ആ മരിച്ച ആ ദിവസങ്ങളിൽ 1-2 ആഴ്ചകളിൽ എമ്പാടും ബിദ്അത്തുകളെ, അനാചാരങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ അത്തരം ചൂഷകന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ ഈ ഭൂമിയിലെ പ്രവർത്തനകാലം അവസാനിച്ചുവെന്നാണ് അതിനർത്ഥം. അമൽ ചെയ്യാനുള്ള ഒരു അവസരം ഇനി ഇല്ല, അത് കഴിഞ്ഞു. ദാറുൽ അമലാണ് ദുനിയാവ്. ദുനിയാവ് അമലിന്റെ ഭവനമാണ്. എന്താണോ പ്രവർത്തിച്ചത് അത് കിട്ടും മരിക്കുന്നതിന് മുമ്പായിട്ടുള്ളത്. മരിക്കുന്നതോടുകൂടി അത് അവസാനിച്ചു. ഇനി അയാൾ ദാറുൽ ബർസഖ്, ഖബർ എന്ന ബർസഖി ലോകത്തേക്ക് അയാൾ യാത്രയാകുന്നു. ഖിയാമത്ത് വരെ ആ ലോകത്ത് അയാൾ ജീവിക്കുന്നു. ഈ ഭൂമിയിൽ താമസിച്ചതിനേക്കാൾ ഏറെ കാലം അയാൾ ബർസഖി ലോകത്ത് കഴിഞ്ഞുകൂടേണ്ടി വരുന്നു. ഖിയാമത്ത് വരെയും ഉണ്ടങ്ങനെ. അതിനുശേഷം പിന്നെ ദാറുൽ ആഖിറയാണ്, പാരത്രികമായ ഭവനമാണ്. ഈ ലോകത്ത് ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ ഗുണദോഷങ്ങളെ അനുഭവിക്കാനുള്ള ലോകമാണ് ആഖിറ. അതാവട്ടെ അറ്റമില്ലാത്ത ലോകവുമാണ്. ഈ 3 ലോകത്താണ് മനുഷ്യന് ജീവിക്കേണ്ടി വരുന്നത്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഭവനങ്ങൾ 3 എണ്ണമാണ്. അതിൽ ഒന്ന് ദുനിയാവാണ്. ദുനിയാവ് അമലിന്റെ ഭവനമാണ്. ഇവിടെ പ്രവർത്തിക്കലാണ്, ഇവിടെ പ്രതിഫലമില്ല. പരലോകത്ത് പ്രതിഫലമാണ്, പ്രവർത്തനമില്ല.
ദുനിയാവിൽ പ്രവർത്തനങ്ങളാണ്, പ്രതിഫലമില്ല. പരലോകത്ത് പ്രവർത്തനങ്ങളില്ല, പ്രതിഫലമാണുള്ളത്. അപ്പൊ ഈ ലോകത്തൊരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് അമൽ ചെയ്യാനുള്ള ഒരു ഘട്ടം, സന്ദർഭം കഴിഞ്ഞു, അവസാനിച്ചു എന്നാണ് അതിനർത്ഥം. ഇനി അതിന്റെ പ്രതിഫലം അയാൾക്ക് അനുഭവിക്കാനുള്ളത് ദാറുൽ ആഖിറയിലാണ്, പരത്രീക ഭവനത്തിലാണ്. അതിനിടയ്ക്കുള്ള ഒരു ഘട്ടമാണ് ബർസഖ്. ഖുർആൻ പരിചയപ്പെടുത്തിയത് വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ എന്നാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെയും അവർക്ക് പിന്നിൽ ഒരു ബർസഖുണ്ട്, ഒരു മറയുണ്ട് എന്നർത്ഥം. ഒരു മറക്കപ്പുറത്തായി അവർ മറ്റൊരു തലത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. മരിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നല്ല അതിനർത്ഥം. ഈ ലോകവുമായുള്ള ബന്ധം അവസാനിച്ചതാണ്. ഈ ലോകവുമായി ബന്ധം അവസാനം, മറ്റു ലോകത്തേക്ക് അവർ മാറി. ആ ലോകത്ത് ഒന്നുകിൽ ആനന്ദമായിരിക്കാം, അതല്ലെങ്കിൽ പ്രയാസമായിരിക്കാം. രണ്ടാലൊന്ന് അനുഭവിച്ചുകൊണ്ട് അയാൾ കഴിച്ചു കൂട്ടേണ്ടി വരുന്നു ബർസഖി ലോകത്ത്. മൂന്നാമത്തെ ലോകത്തും അങ്ങനെ തന്നെയാണ്. ഒന്നുകിൽ സ്വർഗീയമായ ആനന്ദമാണ്, അല്ലെങ്കിൽ നരകമെന്ന ഭയാനകമായ ശിക്ഷയാണ് അയാൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഈ ലോകമാകുമ്പോൾ സുഖവും ദുഃഖവും സന്തോഷവും സന്താപവും എല്ലാം മാറി 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 വന്നുകൊണ്ടേയിരിക്കും. ബർസഖിലും പാരത്രികമായ ലോകത്തും അങ്ങനെയല്ല. അവിടെ സുഖമാണെങ്കിൽ സുഖം മാത്രം, ദുഃഖമാണെങ്കിൽ ദുഃഖം മാത്രം. ഇവിടെ രണ്ടും മാറി മാറി വരും. സന്തോഷമുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, വിഷമങ്ങളുണ്ടാകും, എല്ലാം മാറി മാറി അനുഭവിക്കുന്ന ലോകമാണ് ഈ ലോക ജീവിതമെന്ന, ദുനിയാവ് എന്ന ഈ ദാറുദ്ദുന്യ, ദുന്യാവെന്ന ഭവനം. എല്ലാം മാറി മാറി വരുന്ന ഒരു ലോകമാണ്. ഇവിടെയാണ് എല്ലാ ബഹളങ്ങളും വിവാദങ്ങളും ഒച്ചപ്പാടും ബഹളവും പൗരത്വവും അത് നിഷേധിക്കലും ഒക്കെ ഇവിടെയുള്ളൂ. ഇവിടുന്ന് വിട്ടവന് അതൊന്നുമില്ല. പിന്നെ മറ്റൊരു തരത്തേക്ക് മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും ഒരാൾ മരിക്കുന്നു എന്നതിനർത്ഥം ഈ ലോകവുമായുള്ള അയാളുടെ ഈ ബന്ധങ്ങൾ അവസാനിച്ചുവെന്നാണ്. പിന്നെ ഇങ്ങോട്ട് വരവയാക്കില്ല. ഈ ഭൂമിയിലേക്ക്, ദുനിയാവ് എന്ന ഈ സംവിധാനത്തിലേക്ക് അയാൾക്ക് പിന്നെ വരാൻ അനുവാദമില്ല. അയാൾ മറ്റു ലോകത്തേക്ക് മാറി. ഹദീസിൽ കാണാം, ശുഹദാക്കന്മാരുടെ മഹത്വം പറയുമ്പോൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായി മാറിയ ശുഹദാ, ആ ശുഹദാക്കന്മാരുടെ മഹത്വം പറയുന്ന ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ ഒരൽപ്പം ദീർഘമായി ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുമുണ്ട്. ആ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത് രക്തസാക്ഷികളെ ആത്മാവുകൾ പക്ഷികളുടെ ഉള്ളിലായിക്കൊണ്ട് സ്വർഗലോകത്ത് പാറിക്കളിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ്. അങ്ങനെ സ്വർഗത്തിലെ ദേട്ടം സഞ്ചരിക്കാൻ അനുവാദം നൽകപ്പെടുകയും എവിടെയും അവർക്ക് പോകാനും എന്തും കഴിക്കാനും എല്ലാമുള്ള അവസരമുണ്ടാവുകയും ചെയ്യുന്ന ആ അവസ്ഥയിൽ അല്ലാഹു തആല അവിടെ ചോദിക്കും, നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അവർ പറയും, റബ്ബേ, എന്ത് ആഗ്രഹിക്കാനാണ്? ഞങ്ങൾക്ക് സ്വർഗത്തിലെ നേട്ടം സഞ്ചരിക്കാമല്ലോ, ഇനി എന്ത് ആഗ്രഹിക്കാനാണ്? അല്ലാഹു തആല പറയും, അല്ല, വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറയുക, ഞാൻ സാധിപ്പിച്ചു തരാം. അവർ പറയും, ഒരു ആഗ്രഹമില്ല റബ്ബേ, യഥേഷ്ടം ഞങ്ങൾക്ക് ഇവിടെ സ്വൈരവിഹാരം നടത്താം, ഇതിനപ്പുറം എന്തു വേണം? അതുകൊണ്ട് ഒരാഗ്രഹവുമില്ല. വീണ്ടും 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 അല്ലാഹു തആല അവരോട് ആഗ്രഹങ്ങൾ ചോദിക്കും. അവസാനം എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞേ പറ്റൂ എന്നാകുമ്പോൾ ശുഹദാക്കൾ പറയുന്ന ഒരാഗ്രഹമുണ്ട്. അല്ലാഹുവേ, അങ്ങനെയാണെങ്കിൽ ഒരാഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഒന്നുകൂടെ ദുനിയാവിലേക്ക് മടങ്ങിച്ചെന്ന് ഒന്നുകൂടെ ഷഹീദായി തിരിച്ചു വരാം എന്നാണ്. ഷഹീദിന്റെ പ്രതിഫലത്തിന്റെ ആധിക്യം കാരണം ഒന്നും കൂടെ ദുനിയാവിൽ പോയിട്ട് ഷഹീദായി തിരിച്ചു വരാം റബ്ബേ എന്ന് പറയുമ്പോൾ മറ്റൊരാഗ്രഹവുമില്ല എന്ന് ബോധ്യമാകുന്നിടത്ത് അല്ലാഹു തആല പറയുന്നു, ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുകയില്ല. ഇങ്ങോട്ട് വന്നാൽ പിന്നെ അങ്ങോട്ട് തിരിച്ചു പോണ പ്രശ്നമില്ല. അതുകൊണ്ട് ആ ആഗ്രഹം നടക്കൂല. മറ്റൊന്നുമില്ലെങ്കിൽ പിന്നെ ഇല്ല. അതാണ് ഇവിടുന്ന് പോയവർ പിന്നെ ഇങ്ങോട്ട് വരുന്നൊരു അവസ്ഥ ഇല്ല. നമ്മുടെ നാട്ടിലെ വിശ്വാസപ്രകാരം എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്നവരാണ് അവർ എന്നാണ് ആളുകൾ ധരിച്ചു വെക്കുന്നത്.
എവിടുന്ന് വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവിടേക്ക് വെളിപ്പുറത്ത് ഓടിയെത്തി സഹായിക്കുന്നവരായി പല ആളുകളെയും കുറിച്ച് പലരും ധരിച്ചു വെക്കുന്നു. അവിടെ മുതൽ ആരംഭിക്കുന്ന അനാചാരങ്ങളാണ് നമ്മുടെ ഉമ്മത്തിൽ ഇന്ന് വ്യാപകമായി കാണുന്നത്. ഒരാൾ മരിക്കുമ്പോൾ ഈ ലോകവുമായുള്ള അയാളുടെ ബന്ധം അവസാനിച്ചു, അമലുകൾ കഴിഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഒരാൾ മരിച്ചാൽ അയാളുടെ അമൽ മുറിഞ്ഞു, ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി അയാളുടെ അമലുകൾ മുറിഞ്ഞു അവസാനിച്ചുവെന്നാണ്. ഇപ്പൊ മരിച്ചാൽ ഇനി ഈ കൊടുത്ത ബാങ്കിന്റെ ഇശാ നിസ്കാരം പോലും നിസ്കരിക്കാൻ നമുക്ക് പിന്നെ അവസരമില്ല. അത് കഴിഞ്ഞു, മരിക്കുന്നതോട് കൂടി അത് കഴിഞ്ഞു. നാളെ നോമ്പെടുക്കാൻ വിചാരിച്ച ഒരാൾക്ക് നാളെ നോമ്പ് നോൽക്കാനും പിന്നെ അവസരമില്ല. ഒരുപക്ഷെ ആത്മാർത്ഥമായ നെയ്യത്തുണ്ടെങ്കിൽ, സ്ഥിരമായി ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് ഒരു പക്ഷെ കൂലി കിട്ടിയേക്കാം. എന്നാൽ നാളെ നോമ്പെടുക്കുക എന്ന പ്രവൃത്തി ചെയ്യാൻ അയാൾക്ക് പിന്നെ അവസരമില്ല, അത് കഴിഞ്ഞു. മരിക്കുമ്പോൾ അവന്റെ അമലുകൾ മുറിഞ്ഞുപോയി, അമലുകൾ നിലച്ചുപോയി, ഇല്ലാ മിൻ സലാസ്, 3 ഒഴികെന്നാണ്. ശേഷം പറയാം ആ 3 കുറിച്ച്. അതാണ് മരണം. ഈ ലോകത്തെ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. പിന്നെ ഉമ്മ, വാപ്പ, ജേട്ടനണിയന് ആ വക യാതൊരു ബന്ധങ്ങളുമില്ല. എല്ലാം മുറിഞ്ഞ് അവൻ അവൻ്റെതായ മറ്റൊരു ലോകത്തേക്ക് അവൻ യാത്ര പോകുന്നു. 6 അടി മണ്ണ് മാത്രമല്ല ഖബർ എന്നത്. അത് കേവലം ഒരു പള്ളിക്കാട്ട് കിടക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല, മറ്റു ലോകത്തേക്കുള്ള വിശാലമായ ലോകത്തേക്കുള്ള കവാടമാണ് യഥാർത്ഥത്തിൽ ആ ഖബറിലൂടെ നമ്മൾ കടക്കുന്നത്. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു എന്നാണ്. മരണം ഒരു കവാടമാണ്. ആ കവാടത്തിൽ എല്ലാ മനുഷ്യന്മാരും പ്രവേശിക്കുമെന്ന് ഒരു കവിതയായി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ മരിച്ചാൽ ഇനി ബാക്കിയുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ അമലുകൾ അവസാനിച്ചു, ഇനി അയാൾക്ക് അമൽ ചെയ്യാൻ അവസരമില്ല. ഈ ലോകവുമായുള്ള ബന്ധങ്ങൾ നിലച്ചു. ഇനി മറ്റു ലോകത്തേക്ക് അയാൾ യാത്ര പോയി. ആ ലോകത്ത് അയാളുടേതായ അനുഭവങ്ങൾ എന്താണോ അത് അനുഭവിച്ചുകൊണ്ട് ഖിയാമത്ത് വരെയും കഴിയേണ്ടി വരുന്നു. ഖിയാമത്തിനു ശേഷം എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ അയാളും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ഇതാണ് ജീവിതത്തിന്റെ ഒരു മൊത്തം റൂട്ട്. ഒരാളങ്ങനെ മരിച്ചു, ദുനിയാവെന്ന അയാളുടെ ഘട്ടം പൂർത്തിയായി എങ്കിൽ ബാക്കിയുള്ളവർ ഇനി എന്തു ചെയ്യണം? അതാണ് ആചാരങ്ങൾ. ബാക്കിയുള്ള മനുഷ്യന്മാർ എന്താണ് ചെയ്യേണ്ടത്? ചില കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ ഐച്ഛികമായി ചെയ്യേണ്ടതുണ്ട്. നിർബന്ധമായും ചെയ്യേണ്ടത് അതിൽപ്പെട്ടതാണ് ആ മയ്യത്ത് കുളിപ്പിക്കണം. അത് നിർബന്ധമായി ചെയ്യേണ്ട പണിയാണ്. ബാക്കിയുള്ള മൊത്തം മുസ്ലിമീങ്ങളെ ഒന്നിച്ചേൽപ്പിച്ച ബാധ്യതയാണ് മയ്യത്ത് കുളിപ്പിക്കുക എന്നുള്ളത്. മുസ്ലിമീങ്ങൾക്ക് മൊത്തം ബാധ്യത ഏൽപ്പിച്ചു. ഏതെങ്കിലും ഒരാള് ആ ബാധ്യത നിർവഹിച്ചാൽ എല്ലാവരുടെയും പ്രശ്നം തീർന്നു, പിന്നെ ആർക്കും കുറ്റമില്ല. ആരെങ്കിലും ഒരാള്, ഒരു കുട്ടിയോ ആരെങ്കിലും ഒരാള് ഒരു പൈപ്പ് പിടിച്ചിട്ട് ആ മയ്യത്തിന് മേലെ മൊത്തം കണ്ട് വെള്ളമടിച്ചു എന്നാൽ ബാധ്യത കഴിഞ്ഞു എന്നാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ അതാണ് നിർബന്ധമായി ചെയ്യേണ്ട കുളിപ്പിക്കുക, അത്രേ ഉള്ളൂ. അതായത് ശരീരം മൊത്തം കണ്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ കുളിപ്പിച്ചു എന്ന കർമ്മം അയാൾ ചെയ്തു എന്ന് പറയാം. ബാധ്യത തീരാൻ അതേ ഉള്ളൂ. ഒരാളും കുളിപ്പിച്ചില്ല, നേരെ കൊണ്ടുപോയി മറമാടി എങ്കിൽ ആ നാട്ടിലെ മുഴുവൻ മുസ്ലിമീങ്ങളും കുറ്റക്കാരാണ്. എല്ലാവരും പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ ഏതെല്ലാം മുസ്ലിമീങ്ങൾ ആ നാട്ടിലുണ്ടോ അവർക്ക് മുഴുവൻ ഈ മയ്യത്ത് കുളിപ്പിക്കാത്തതിന് കുറ്റമുണ്ട് താനും. അപ്പൊ നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ടുന്ന ഒന്നാണ് മയ്യത്ത് കുളിപ്പിക്കുക. അതേപോലെ കഫൻ ചെയ്യുക, അഥവാ മയ്യത്തിന്റെ ശരീരം മൊത്തം പൊതിയുക, അതാണ് കഫൻ. ആ ശരീരം പൊതിയുക, അത് ശരീരം മറക്കാൻ എന്ത് ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിക്കാം. തുണി തന്നെ ആകണമെന്നില്ല, ഏതുമാകാം. ആ ശരീരം മറച്ചിട്ട് വേണം കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കാൻ. ഒന്നും ചെയ്യാതെ തുറന്നിട്ടുകൊണ്ടായിക്കൂടാ എന്നാണ്. കാരണം ഒരു മുസ്ലിമിന് അയാൾ മരിച്ചാലും അയാൾക്കൊരു ആദരവ് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അതിന് വിരുദ്ധമായ ശൈലികൾ പാടില്ല. അതുകൊണ്ട് വസ്ത്രമെങ്കിൽ വസ്ത്രം, ഇനി വസ്ത്രമില്ല എങ്കിൽ ആ സ്ഥാനത്ത് എന്താണോ ഉപയോഗിക്കാൻ കഴിയുന്ന ഇലയോ വല്ല പുല്ലോ ഇനി ഒന്നുമില്ല, പക്ഷെ പേപ്പറൊക്കെയാണ് ചുറ്റിപ്പോയിട്ട് കൊണ്ടുപോയി മറമാടിയാലും ബാധ്യത തീർന്നതാണ്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഒറ്റ തുണി മാത്രമേ ആകെ ഉണ്ടായിരുന്നുള്ളൂ.
അദ്ദേഹം ഉടുത്ത തുണി, ആ തുണിയല്ലാത്ത രണ്ടാമത് തുണി അദ്ദേഹത്തിനില്ല. ഇന്നത്തെ പോലെ ടെക്സ്റ്റൈൽസുകളും നേരെ പോയി വാങ്ങിപ്പോലാന്ന സംവിധാനങ്ങളും ഒന്നും അക്കാലത്തില്ലല്ലോ. പിന്നെ ആരെങ്കിലൊക്കെ പോലെ വക ഔദാര്യമായി ഹദിയായി സ്വതക്കയായി നൽകിയെങ്കിലേ രണ്ടാമത്തൊന്നും ഉണ്ടാവുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ഒറ്റ തുണിയേ ഉള്ളൂ. ഒരു കാലത്ത് എമ്പാടും വസ്ത്രം ഉപയോഗിച്ച ആളാണ് മുസ്അബ് ഇബ്നു ഉമൈർ. ധാരാളം വസ്ത്രങ്ങൾ, ധാരാളം സൗകര്യങ്ങൾ. അദ്ദേഹം രാവിലെ ഒരു വസ്ത്രം ധരിച്ചാൽ വൈകുന്നേരം അത് മാറ്റി മറ്റൊന്ന് ധരിക്കുമായിരുന്നുവെന്നാണ് മുസ്അബ് ഇബ്നു ഉമൈറിന്റെ ജാഹിലിയ്യ കാലത്ത്. അതും വിദേശ നിർമ്മിതമായ വസ്ത്രങ്ങളും വിദേശ നിർമ്മിതമായ സുഗന്ധങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന അപൂർവം ആളുകളിൽ ഒരാളായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് തന്നെ മക്കയുടെ സുഗന്ധം എന്നായിരുന്നു. അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച സുഗന്ധം അത് ആ പോണ വഴിയിലൊക്കെ ഉണ്ടാവുന്ന, അദ്ദേഹം പോകുന്ന വഴിയിൽ ആളുകളൊക്കെ വന്നു നിൽക്കും. മുസ്അബ് പോകുമ്പോൾ ആ മണമൊന്ന് കിട്ടാൻ, മുസ്അബ് ഉപയോഗിച്ച അത്തറിന്റെ സ്മെല്ലൊന്ന് കിട്ടാൻ വേണ്ടി ആളുകൾ വഴിയിൽ വന്ന് കാത്തിരിക്കും. മുസ്അബിന്റെ വസ്ത്രം ഒന്ന് കാണാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കും. അത്ര വലിയ സുഭിക്ഷമായി ജീവിച്ച ആളായിരുന്നു മുസ്അബ്. പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു, അള്ളാഹിന്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ ചെയ്തു. സമ്പത്ത് അദ്ദേഹം ധാരാളമായി ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. അവസാനം ഈ ലോകത്ത് നിന്ന് മരിക്കുമ്പോൾ ഒരു തുണി മാത്രം ഉള്ള അവസ്ഥയിലേക്ക് അദ്ദേഹം മാറി. അദ്ദേഹത്തെ കുളിപ്പിച്ച് കഫൻ ചെയ്യാൻ നോക്കുമ്പോൾ ഈ ഒറ്റ തുണിയുള്ളൂ കഫൻ ചെയ്യാൻ. ആ തുണി കൊണ്ട് കഫൻ ചെയ്യാൻ നോക്കുമ്പോൾ തല മൂടിയാൽ കാല് പുറത്താണ്, കാല് മൂടിയാൽ തല പുറത്താണ്. എന്ത് ചെയ്യും? ഒരു പിടുത്തമില്ല. അവർ വന്ന് നബിയോട് പറഞ്ഞു, നബിയെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മുസ്അബ് ധരിച്ച ആ തുണി മാത്രമേ ഉള്ളൂ. ആ തുണി കൊണ്ട് കാല് മൂടുകയാണെങ്കിൽ തല പുറത്ത് കാണുന്നുണ്ട്, തല മൂടുകയാണെങ്കിൽ കാല് പുറത്ത് കാണുന്നുണ്ട്. എന്താ നബിയെ ഞങ്ങൾ ചെയ്യേണ്ടത്? നബി ഞങ്ങളെ പറഞ്ഞു, നിങ്ങൾ തലന്റെ ഭാഗത്ത് നിന്ന് മൂടിക്കോളി, കാല് കുറച്ച് പുറത്തുണ്ടെങ്കിൽ അവിടെ വല്ല പുല്ല് വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ കൊണ്ടുപോയി മറമാടുക. ആ തല മുതൽ അദ്ദേഹത്തെ കഫൻ ചെയ്തു. കാലിന്റെ ഭാഗം പുറത്തായി. ആ ഭാഗത്ത് ഇദ്ഖർ എന്ന് പറയുന്നൊരു പുല്ല്, നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് ഈ പൊര കെട്ടിമേയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വൈക്കോല് പോലെ ഒരു നീണ്ട പുല്ലുണ്ടായിരുന്നു. അതിന് സമാനമായ പുല്ലാണ് ഇദ്ഖർ. ആ പുല്ല് അവിടെ ഉണ്ട്. അത് അരിഞ്ഞു കൊണ്ടുവന്നിട്ട് ആ പുല്ല് കാലിന്റെ ഭാഗത്ത് വെച്ച് കെട്ടി ആ പുല്ല് കൊണ്ട് ബാക്കി ഭാഗം കഫൻ ചെയ്ത് നിങ്ങൾ കൊണ്ടുപോയി മറമാടുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നിർദ്ദേശം കൊടുത്തത്. അപ്പൊ അതാണ് ഏറ്റവും നിർബന്ധമായി ചെയ്യേണ്ട ബാധ്യത. മയ്യത്ത് കുളിപ്പിക്കുക, മയ്യത്ത് കഫൻ ചെയ്യുക, മയ്യത്ത് നിസ്കരിക്കുക, നാലാമത് മയ്യത്ത് മറമാടുക. ഇത് നാലും നിർബന്ധമാണ്. മറമാടുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു ഖബർ വേണം, മറ്റുള്ളവർക്ക് ദുർഗന്ധമില്ലാതിരിക്കുവാനും ഈ മയ്യത്ത് ഏതെങ്കിലുമൊക്കെ വന്യജീവികൾ മാന്തിയെടുത്ത് അത് തിന്നപ്പെടുന്ന സാഹചര്യമില്ലാതിരിക്കുവാനും വേണ്ടി അതിന് പറ്റുന്ന ഒരു കുഴി, അതാണ് ഖബർ. ആ ഖബർ കുഴിച്ച് അതിൽ വെച്ച് മറമാടണം. അതേപോലെ ഒരാളെങ്കിലും ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുകയും വേണം. ഇതാണ് നിർബന്ധമായും ചെയ്യേണ്ട 4 കാര്യങ്ങൾ. മയ്യത്ത് കുളിപ്പിക്കുക, മയ്യത്ത് കഫൻ ചെയ്യുക, മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുക, മയ്യത്ത് മറമാടുക. ഈ 4 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. ഒരാളും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. ആരെങ്കിലും ഒരാൾ ചെയ്താൽ എല്ലാവരുടെയും കുറ്റം ഒഴിവാകുകയും ചെയ്തു. ഇതിലൊക്കെ ഏറ്റവും സിമ്പിളായി ചെയ്യാവുന്ന വഴിയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഭയങ്കരമായ പ്രയാസമാക്കി മാറ്റി ചില ആളുകൾക്ക് ഒരു ഏർപ്പാടായി ഈ കാര്യങ്ങൾ പോലും മാറിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മയ്യത്ത് കുളിപ്പിക്കാനാൽ സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് കുളിക്കുക? അതന്നെ മയ്യത്ത് കുളിയും. നമ്മളൊക്കെ എല്ലാ ദിവസവും കുളിക്കുന്നില്ലേ? സാധാരണഗതി ഒരു മനുഷ്യന് എങ്ങനെയാണോ കുളിക്കുക അതാണ് മയ്യത്ത് കുളി. ഒന്ന് സ്വയം കുളിക്കലാണ്, മറ്റൊന്ന് വേറൊരാൾ കുളിപ്പിക്കലാണ്. ഈ വ്യത്യാസമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതാർക്കാ അറിയാത്തത്? എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരാൾ മരിച്ചു നമ്മോട് പറയാം ഞങ്ങളൊന്ന് കുളിപ്പിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. എന്താ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാന്? അത് നാട്ടിൽ അങ്ങനെ ആക്കി വെച്ചതാണ്. അത് ഏതോ ചില മനുഷ്യന്മാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാക്കി വെച്ച് അതിന് കുറച്ച് ആളുകൾ അത് പ്രൊഫഷണൽ ആക്കി മാറ്റി.
പിന്നെ അതിങ്ങനെ പല സൈസ് വെള്ളം, ആദ്യം ഈ വെള്ളം, പിന്നെ മറ്റേ വെള്ളം, പിന്നെ ഇത്, അവസാനം പിന്നെ ഇങ്ങനെ ഇപ്പം നമ്മളത് കുളിപ്പിച്ചത് അത് വെള്ളം അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിട്ട് അതുകൊണ്ട് വല്ല കുഴപ്പം വരുമോ എന്നൊക്കെയാണ് ആളുകൾ വിചാരിക്കുന്നത്. അതാ ഞാൻ പറയാം, ഏറ്റവും നിർബന്ധമായി ചെയ്യേണ്ടത് ഒന്നുമില്ല, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടിട്ട് ഒന്നാകെ മേത്തോട് ഒഴിച്ചു, ബാധ്യത കഴിഞ്ഞു. ഒരു പൈപ്പിനെ പിടിച്ചിട്ട്, ഒരു ഓസ് പിടിച്ചിട്ട് ആ മയ്യത്തിനെ മൊത്തം ഇങ്ങനെ വെള്ളം നനച്ചു, ബാധ്യത കഴിഞ്ഞു. ബാക്കിയൊക്കെ പിന്നെ അതിൻ്റെ പൂർണ്ണതകളാണ്. ബാക്കി പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. ഏറ്റവും നിർബന്ധമായി ചെയ്യേണ്ട കുളിപ്പിച്ചു എന്ന ബാധ്യത തീർക്കാൻ വേണ്ടതെന്തോ ഇത് മാത്രമേ ഉള്ളൂ. നമ്മളെ കൂടി അങ്ങനെ തന്നെയാണ്. ഒരാൾ കുളിക്കുകയാണ്, എന്താ ഏറ്റവും മിനിമം ചെയ്യേണ്ടത്? ഇപ്പൊ ജനാബത്ത് കുളിക്കുന്നു, അല്ലെങ്കിൽ ആർത്തവരക്തമുണ്ടായി ശുദ്ധിയായി കുളിക്കുന്നു, ഏറ്റവും മിനിമം ചെയ്യേണ്ടത് എന്താ? സവറാണ് തുറക്കുക, അവിടെ ചോട്ട് നിൽക്കുക, കുളി കഴിഞ്ഞു. ഏറ്റവും നിർബന്ധമായി ചെയ്യേണ്ടതേ ഉള്ളൂ. ശരീരം മൊത്തം കുളി എന്നതിന് അറബി കൊടുക്കുന്ന നിർവചനം എന്താണ്? ശരീരം മൊത്തം വെള്ളമാക്കുക. തഅമീമുൽ ജസദി ബിൽ മാഇ, അതിനാണ് കുളി എന്നറിയാം. ശരീരം മൊത്തം വെള്ളം എത്തുക, ആ എത്തിക്കഴിഞ്ഞാൽ കുളിച്ചു എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വാഇ വെള്ളം കൊണ്ട് കുളിച്ചിട്ടുണ്ട്. ഒരു സ്വാഇ വെള്ളം. എത്ര ഒരു സ്വാഇ? നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുക ഒരു സ്വാ ആണ്. ഒരാളെ ഫിത്ർ സക്കാത്ത് ഒരു സ്വാ ആണ്. എത്ര കൊടുക്കുക ഫിത്ർ സക്കാത്ത്? 2 കിലോ, 200, 200. ഇനി സൂക്ഷ്മത പറഞ്ഞ ചില മനുഷ്യന്മാർ കൊടുത്ത ഏറെ കൊടുക്കുന്ന 2.5 കിലോ എപ്പോഴും കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ 2 ലിറ്റർ വെള്ളം, 2 ലിറ്റർ വെള്ളം നമ്മുടെ സാധാരണ കപ്പ് 1 ലിറ്ററാണ്. നമ്മളെ കോപ്പ 2 കോപ്പ വെള്ളം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചിട്ടുണ്ട്. ഇത് കണ്ട സ്വഹാബി തന്റെ ശേഷക്കാരനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ ഒരു സ്വാഴ് വെള്ളം കൊണ്ട് നബി തങ്ങൾ കുളിച്ചു. അപ്പൊ കേട്ടാള് പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയില്ല. അപ്പൊ സ്വഹാബി പറഞ്ഞു, അന്നെക്കാളും വല്ലോന് കഴിഞ്ഞേക്കണ്, ഇതഞ്ഞപ്പോ എനിക്ക് കഴിയാത്തത്. അഥവാ റസൂലുള്ളാഹി കഴിഞ്ഞിട്ടുണ്ട്, അതിലും മേലുണ്ടോ നിൽക്കുന്നു. ഒരു മുദ്ദ് വെള്ളം കൊണ്ട് നബി തങ്ങൾ വുളൂ ചെയ്തിട്ടുണ്ട്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാല് 2 കൈയും കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ കോരിയാൽ കിട്ടുന്ന വെള്ളം, അതാ ഒരു മുദ്ദ്. 2 കൈയും പിടിച്ചിട്ട് ഇങ്ങനെ മുക്കിയാൽ എത്ര വെള്ളം കിട്ടുമോ അതിനാണ് ഒരു മുദ്ദ് എന്നറിയാം. ആ വെള്ളം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ ചെയ്തിട്ടുണ്ട്. 4 മുദ്ദ്, അതാ ഒരു സ്വാഇ, 4 വാരൽ. 4 കോരൽ കോരിയാൽ എത്ര വെള്ളമാണോ കിട്ടുക, ആ വെള്ളം കൊണ്ട് നബി തങ്ങൾ കുളിച്ചിട്ടുമുണ്ട്. അപ്പൊ ബാധ്യത വീടാൻ അത്ര ആവശ്യം. ഒരു 1/2 ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ യഥേഷ്ടമായി നടത്താം കുളിക്കാൻ. നമ്മൾ ഈ മലയാളികൾ എന്താ വെച്ചാൽ 5-6 ബക്കറ്റ് വെള്ളം കൊണ്ട് കുളിച്ച് ശീലായിട്ടാണ്. അപ്പൊ ശരിക്ക് 4 കോപ്പ വെള്ളമുണ്ടെങ്കിൽ, 1/2 ലിറ്ററിന്റെ 4 കോപ്പ വെള്ളമുണ്ടെങ്കിൽ കുളിക്കാൻ അത് മതിയെങ്കിൽ ഒരു മയ്യത്ത് കുളിപ്പിക്കാനും അത് മതി. അതാണ് ഏറ്റവും മിനിമം ബാധ്യത വീടാൻ. ബാക്കിയെല്ലാം പൂർണ്ണതയാണ്. ആദ്യം ഗുഹ്യസ്ഥാനം കഴുകുക, പിന്നെ വുളൂ ചെയ്ത് കൊടുക്കുക, പിന്നെ വലത്തെ ഭാഗത്ത് വെള്ളം ഒഴിക്കുക, പിന്നെ ഇടത്തെ ഭാഗത്ത് വെള്ളം ഒഴിക്കുക. ഇതൊക്കെ അതിൻ്റെ പൂർണ്ണതയാണ്. അങ്ങനെയൊക്കെ ചെയ്താലും ഈ പറയപ്പെട്ടതേ ഉണ്ടാവുള്ളൂ. നമുക്കെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ വെള്ളം കുടത്തിൽ, കുറേ വെള്ളം ബക്കറ്റിൽ, കുറേ വെള്ളം പിന്നെ ചൂടാക്കിയത്, കുറേ തണുപ്പിച്ചത്, ഇങ്ങനെ പല സൈസ് വെക്കുമ്പോഴാണ് നമുക്കിത് അറിയാൻ തോന്നുന്നത്. ചുടുവെള്ളം എന്ന് വെച്ചാൽ ഒന്ന് ജോയിന്റ് ലൂസാകാൻ വേറൊന്നുമില്ല, അത് സുന്നത്തൊന്നുമില്ല. പ്രത്യേകിച്ച് കുറേ കാലം സുഖമില്ലാതെ കിടന്ന രോഗിയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ മരിച്ച ഉടനെ കൈയും കാലൊക്കെ ഒന്ന് മയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കുളിപ്പിക്കുമ്പോൾ ഒന്നുകൊണ്ട് ഒതുങ്ങി കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. കാലൊക്കെ മടക്കാൻ, കൈയൊക്കെ മടക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഒന്ന് ജോയിന്റുകൾ ലൂസായി കിട്ടും. അതേപോലെ പറ്റിപ്പിടിച്ച അഴുക്കുണ്ടെങ്കിൽ ആ അഴുക്കൊക്കെ ഒഴിവായി കിട്ടും. ചുടുവെള്ളം ഒഴിച്ചാൽ അതിനാണ് ചുടുവെള്ളം. അല്ല ചുടുവെള്ളം വേറെ സുന്നത്തൊന്നുമില്ല. സാധാരണ ടാപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അതാണ് കൊണ്ടുപോയി കുളിപ്പിച്ചാലും മതി, അത്ര ആവശ്യമുള്ളൂ. അപ്പൊ ഇത് ഏറ്റവും സിമ്പിളായി പഠിപ്പിച്ചൊരു കാര്യം, പക്ഷേ അത് ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒന്നായി സമൂഹത്തിൽ മാറ്റി. കഫൻ അതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒന്നുമില്ലെങ്കിൽ കുറച്ച് പുല്ല് കൊടുത്ത് വൈക്കോൽ ഇടുന്നിട്ട് ആ വൈക്കോലാണ് പൊതിഞ്ഞാലും കഫൻ ചെയ്തു, കടമ കഴിഞ്ഞു. പ്രഗത്ഭനായ സ്വഹാബിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുസ്അബ് ബിൻ ഉമൈർ. മുക്കാഭാഗം തുണിയും ബാക്കി 1/4 ഭാഗം പുല്ലും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുമ്പോൾ അദ്ദേഹം കൊടുത്ത പഴയ തുണി കൊടുത്തിട്ട് അദ്ദേഹം
പറഞ്ഞ മക്കളെ ഈ തുണികൾ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക, വാപ്പ മരിച്ചാൽ ഇതിന് നിങ്ങൾ കഫൻ ചെയ്യുക. മക്കള് പറഞ്ഞു വാപ്പ അത് വേണ്ട, പക്ഷെ നല്ല തുണി വേറെ ഉണ്ട്, പുതിയ തുണി നല്ലത് വേറെ ഉണ്ട്, അതെടുക്കാം കഫന്. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? അൽ ഹയ്യു അഹഖു ബിൽ ജദീദ്. പുതിയത് കൊടുക്കാൻ ഏറ്റവും നല്ലത് ജീവിച്ചിരിക്കുന്നവരാണ്. മരിച്ചവനിപ്പം എന്തിനാ പുതിയത്? പുതിയ വസ്ത്രം ഉടുക്കാൻ അർഹതപ്പെട്ടത് ജീവിച്ചിരിക്കുന്നവരല്ലേ, അത് നിങ്ങളാരെയും ഉപയോഗിച്ചോളൂ, പാപ്പാക്ക് പഴയത് മതി. അതാണ് അവർ കണ്ട നിലപാട് ആ വിഷയത്തിൽ. അത് പരിപൂർണമാകാൻ 3 തുണി എന്ന് പറഞ്ഞു. അതുണ്ടെങ്കിൽ മതി. അതില്ല, ഒന്നേ ഉള്ളൂ, ആ ഒന്ന് മതി. പഴയതേ ഉള്ളൂ, ആ പഴയത് മതി. അതിന് പുതിയത് വേണമെന്നില്ല. ഇനി അതല്ല തുച്ഛമായ പൈസക്ക് ഇവിടെ കിട്ടാനുണ്ടായിക്കോട്ടെ, എടുത്തോളി, പുതിയത് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല. പക്ഷെ അതൊക്കെ ഇന്ന് എന്തോ ഭയങ്കരമായ സംഭവമാക്കിയിട്ട് അതൊന്നും ആർക്കും അറിയില്ല. അപ്പം ഞാൻ അളവൊക്കെ പിടിച്ച് അങ്ങോട്ട് മുറിച്ച് ഇങ്ങോട്ട് മുറിച്ച് അപ്പം നമുക്ക് തോന്നുന്നു അപ്പം ഞാൻ മുറിച്ചിട്ട് അത് വല്ലതൊക്കെ ആവോ, പിന്നെ അത് ബുദ്ധിമുട്ടാവോ, അതുകൊണ്ട് വല്ല പ്രശ്നം വരുമോ? ഒരു പ്രശ്നം വരാം. ഞാൻ ഒരു തുണി മുറിച്ച പ്രദേശം ചെറുതായി, ഒന്നുമില്ല, അത് ഉള്ളിൽ വെച്ചാൽ മതി, അത് ഉള്ളിൽ വെച്ചാൽ മതി. ശരീരഭാഗം പുറത്ത് കാണാൻ പാടില്ല, അത്രയേ ഉള്ളൂ. ശരീരഭാഗങ്ങൾ പുറത്ത് കാണാത്ത വിധം ആ ശരീരം പൊതിയുക, അതാണ് കഫൻ. അപ്പൊ 3 തുണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നും കണ്ട് മടക്കും, മറ്റേ മേലേക്ക് മടക്കും, പിന്നെ അടുത്ത് മടക്കും, പിന്നെ കണ്ട് മടക്കും. അതെന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അത് നീങ്ങിപ്പോയിട്ട് ശരീരം കാണാതിരിക്കാൻ. വിശിഷ്യ പെണ്ണിന്റെ ശരീരമൊക്കെ വേണമെങ്കിൽ ഖബറൊക്കെ ഇറക്കുമ്പോൾ അഥവാ ആ കഫൻ തുണി നീങ്ങിയിട്ട് ആ ശരീരം ആണുങ്ങൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതാണ് അതിന്റെ ഉദ്ദേശം. ഖബറും അത് തന്നെയാണ്. പൂർണ്ണമായ ഖബർ എന്നാൽ ഒരാൾ ഇറങ്ങി നിന്നിട്ട് കൈ പൊക്കിയാൽ കാണാത്ത അത്ര ആഴം, അതാണ് പരിപൂർണമായ ഖബർ എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതേസമയം വന്യജീവികൾക്ക് മാന്തിക്കൊണ്ടുപോകാനും അതേപോലെ പുറത്തേക്ക് മണക്കാനും ഒന്നും അവസരമില്ലാത്ത ഒരു കുഴി, അതാണ് അത്യാവശ്യം. അതിൽ തന്നെ കുറെ ഖബർ ഒക്കെ കളക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ വീതി കൂട്ടി കളക്കാം. ഉഹദ് യുദ്ധത്തിൽ 70 പേർ ഷഹീദായി. അപ്പൊ 70 ഖബർ കുഴിക്കാൻ അവിടെ സാഹചര്യമില്ല. സ്വഹാബിമാരൊക്കെ വളരെ പ്രയാസത്തിലാണ്, പട്ടിണി പാവങ്ങളാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് നിൽക്കുകയാണ്, പലരുടെയും വേണ്ടപ്പെട്ടവർ ആ യുദ്ധത്തിൽ ഷഹീദായിരിക്കുകയാണ്. മാനസികമായും ആ പ്രയാസം സ്വാഭാവികമായിട്ടുണ്ടാകും, ശാരീരികമായും യുദ്ധം കഴിഞ്ഞ് കുറെ വെട്ടും കുത്തും എല്ലാം കഴിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയിൽ 70 ഇനി ഖബറും കൂടി കളക്കുക എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് കഴിയുന്നൊരവസ്ഥയല്ല. അവൻ നബിയോട് പറഞ്ഞു, നബി എന്താണ് ചെയ്യുക? 70 ഖബർ കുഴിക്കാൻ സൗകര്യം കുറവാണ് നബിയെ. നബി തങ്ങളെ പറഞ്ഞു, നിങ്ങൾ കുറച്ച് വീതി കൂട്ടി കളച്ചോളിയാണ്. ഖബർ വിശാലമാക്കുക, 2 ആൾക്ക് 3 ആൾക്കൊക്കെ വേണമെങ്കിൽ ഒരു ഖബറിൽ മളവ ചെയ്യാവുന്ന രൂപത്തിൽ നിങ്ങൾ വീതി കൂട്ടി കളക്കുക. അങ്ങനെ അവർ വീതി കൂട്ടി കളിച്ചിട്ടാണ് 70 സ്വഹാബിമാരെ ഏതാനും ഖബറുകളിലായി അവർ മറമാടിയത്. അപ്പൊ അതൊക്കെ ഇസ്ലാമിൽ അനുവാദമുണ്ട് എന്നർത്ഥം. നിസ്കരിക്കൽ ഏറ്റവും മിനിമം ഒരാൾ നിസ്കരിച്ചാൽ മതി ബാധ്യത കഴിയാൻ. നിസ്കരിച്ചുവെന്ന കടമ വീട്ടാൻ ഒറ്റാൾ നിസ്കരിച്ചാൽ തന്നെ ബാധ്യത വീട്. ഒരാണോ ഒരു പെണ്ണോ ആരും വേണ്ടില്ല, ഒരാൾ നിസ്കരിച്ചാൽ ആ ബാധ്യത കഴിഞ്ഞു. പരമാവധി ആൾ നിസ്കരിച്ചാൽ അത്രയും ഖൈർ, അൽഹംദുലില്ലാഹ്. അപ്പൊ നിർബന്ധമായും ചെയ്യേണ്ടത് ഈ 4 കാര്യമാണ്: കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറമാടുക. ഈ 4 കൂടി ഒരാൾക്ക് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഒറ്റ മനുഷ്യൻ വിചാരിച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് ഒരാൾ മരിച്ചാൽ നിർബന്ധമായും ചെയ്യേണ്ട ബാധ്യതകൾ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് അദ്ദേഹത്തിന് വസിയത്തുണ്ടെങ്കിൽ ആ വസിയത്ത് നടപ്പാക്കുക. അത് അവകാശികളുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ ആരോടാണ് വസിയത്ത്? അവരുടെ കടമയാണ്. അത് തന്നെ അന്യായമായ വസിയത്താണെങ്കിൽ നടപ്പാക്കും വേണ്ട. ന്യായമല്ലാത്ത വസിയത്താണ്, ദീനെതിരായ വസിയത്താണ്, ആ വസിയത്ത് നടപ്പാക്കേണ്ട കാര്യമില്ല. ന്യായപ്രകാരം വസിയത്ത് ചെയ്യാൻ അനുവാദമുള്ളത് എന്താണോ അതിലുള്ള വസിയത്ത് അത് മാത്രമേ നടപ്പാക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ അയാൾ വസിയത്ത് ചെയ്തു, ഞാൻ മരിച്ച എൻ്റെ സ്വത്ത് മൊത്തം ഏതെങ്കിലും ഒരു ദീനീ മാർഗത്തിലേക്ക് ചെലവഴിക്കണം എന്ന് വസിയത്ത് ചെയ്തു, നടപ്പാക്കാൻ പറ്റില്ല, നടപ്പാക്കാൻ പാടില്ല. അങ്ങനെ വസിയത്ത് ചെയ്യാൻ അവകാശമില്ല. അങ്ങനെ വസിയത്ത് ചെയ്താലും അയാളുടെ സമ്പത്തിന്റെ 1/3 ഭാഗം മാത്രമേ അങ്ങനെ കൊടുക്കുള്ളൂ. ബാക്കി 2/3 ആരാണോ അവകാശികൾ അവർക്ക് കൊടുത്തോളെന്നാണ്. ജീവിതകാലത്ത് വേണമെങ്കിൽ സ്വത്ത് മൊത്തം കൊടുക്കാം, അതിന് വിരോധമില്ല. ആരോഗ്യമുള്ള സമയത്ത്
ഒരാൾക്ക് വേണമെങ്കിൽ മൊത്തം സമ്പത്തും സ്വതക്ക ചെയ്യാം. ഇനിയും അതേപോലെ അധ്വാനിച്ച് പണമുണ്ടാക്കാൻ സമ്പത്തുണ്ടാക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് തോന്നുന്ന സന്ദർഭത്തിലൊക്കെ അത് പറ്റും. മറ്റേ രോഗിയായി അവസാന ശ്വാസം കാത്ത് കിടക്കുമ്പോൾ പറ്റൂല. എല്ലാം കഴിഞ്ഞ് മരിക്കാൻ കിടക്കുകയാണ്, ആ സമയത്ത് പറ്റൂല. എന്നാൽ ആരോഗ്യമുള്ള സമയത്ത് ഇനിയും അധ്വാനിക്കാൻ ശേഷിയുണ്ട്, ഇനിയും സൗകര്യം സാഹചര്യമുണ്ട് എന്ന് ധരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഒരാൾക്ക് വേണമെങ്കിൽ അയാളുടെ സമ്പത്ത് പൂർണ്ണമായും അയാൾക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാം, വിരോധമൊന്നുമില്ല. എന്നാൽ വസിയത്തായിട്ട് പറ്റില്ല. വസിയത്ത് മാക്സിമം 1/3. സഅദ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുമ്പോൾ നബി തങ്ങളെ കാണാമെന്ന് അദ്ദേഹത്തിന്. സഅദിന് ഒറ്റ മോളേ ഉള്ളൂ, വേറെ അവകാശങ്ങളാരുമില്ല, അത്യാവശ്യം നല്ല സമ്പത്തുമുണ്ട്. നബി തങ്ങളെ കാണാമെന്ന് സഅദിന്റെ വീട്ടിലേക്ക് അങ്ങനെ സമാധാനിപ്പിച്ചു, പ്രാർത്ഥിച്ചു. സഅദ് ചോദിച്ചു, നബിയെ എനിക്ക് ധാരാളം സമ്പത്തുണ്ട്, അവകാശിയായി ഒരു മകളല്ലാതെ മറ്റാരുമില്ല, അതുകൊണ്ട് എൻ്റെ സമ്പത്ത് ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കാൻ വസിയത്ത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, പറ്റൂല, അങ്ങനെ ചെയ്യാൻ പറ്റൂല, അങ്ങനെ സമ്പത്ത് മൊത്തം കൊടുക്കാൻ പറ്റൂല. എങ്കിൽ നബിയെ 2/3 ഞാൻ കൊടുക്കട്ടെയോ, 1/3 എൻ്റെ മോൾക്കും ബാക്കി 2/3 വസിയത്തുമായി ചെയ്യട്ടെയോ? പറ്റൂല സഅദേ, അധികമാണ്. എങ്കിൽ നബിയെ ഫന്നിസ്, എങ്കിൽ പകുതി കൊടുക്കട്ടെയോ? പറ്റൂല, അതും അധികമാണ്. മോൾക്ക് എന്തായാലും പകുതിയേ കിട്ടുള്ളൂ, ഫുള്ള് കിട്ടൂല. എന്നാലും ശരി, കൊടുക്കാൻ പറ്റൂല. ഫസ്റുസ് യാ റസൂലല്ലാഹ്, എങ്കിൽ അല്ലാഹുവിന്റെ റസൂലേ 1/3 ഞാൻ കൊടുക്കട്ടെയോ? നബിയുടെ മറുപടി വസ്സുലുസ് കസീർ ഔ കബീർ, 1/3 കൊടുത്തോ, അത് തന്നെയും അധികമാകുന്നു, അത് തന്നെ കുറച്ച് ഓവറാണ്, ഏതായാലും അത് കൊടുത്തോ. ആ ഹദീസിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് 1/3 പരമാവധി വസിയത്ത് ചെയ്യാവൂ, എന്നാലും അതിൽ താഴെ ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത്. കാരണം എന്താ, 1/3 തന്നെ അധികമാണ് എന്ന് പറഞ്ഞല്ലോ നബി, അതുകൊണ്ട് 1/3 താഴെ ആയാൽ അതാണ് നല്ലത്. അപ്പം ന്യായമായ വസിയത്താണെങ്കിൽ മാത്രം നടപ്പാക്കാം. അല്ലാഹുവിനെതിരായ കാര്യം ചെയ്യാൻ വസിയത്ത് ചെയ്തു, ശിർക്കായ കാര്യം ചെയ്യാൻ വസിയത്ത് ചെയ്തു, അതൊന്നും നടപ്പാക്കാൻ പാടില്ല. രോഗിയെ കിടക്കുമ്പോൾ വസിയത്ത് ജാറാം കൂടാന്, അയാൾ മരിക്കും ചെയ്തു, പാപ്പാന്റെ വസിയത്തിൽ എന്താ കാട്ടുക? ഒന്നും കാട്ടണ്ട, ആ വസിയത്ത് നടപ്പാക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ ആ നിലക്കുള്ള ശിർക്കായ ഖുറാഫാത്തായ ഇസ്ലാമികന്യമായ ഒരു കാര്യം ഒരാൾ വസിയത്ത് ചെയ്താൽ ആ വസിയത്ത് നടപ്പാക്കേണ്ടതില്ല. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബി, അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തെ ആകെയുള്ള സ്വത്ത് 6 അടിമകളാണ്. അദ്ദേഹത്തെ ഈ മസ്അല അറിയില്ല, സ്വത്ത് മൊത്തം അങ്ങനെ വസിയത്ത് ചെയ്യാൻ പാടില്ല എന്ന് അറിയില്ല. അദ്ദേഹം പറഞ്ഞു വെച്ചു, ഞാൻ മരിച്ചാൽ എൻ്റെ 6 അടിമകളെയും സ്വതന്ത്രരാക്കി മോചിപ്പിച്ചു വിടണം. അങ്ങനെ അദ്ദേഹം മരിച്ചു, ഈ അടിമകളൊക്കെ മോചിപ്പിച്ചു വിട്ടു. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മക്കൾ വന്നു നബീന്റെ അടുത്ത് പരാതിയുമായി, നബിയെ ഞങ്ങളെ വാപ്പ വല്ലാത്ത പണിയാണ് ചെയ്തത്, വാപ്പ മരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആകെയുള്ള സമ്പത്ത് ഈ അടിമകളായിരുന്നു, അതെല്ലാം വാപ്പ അങ്ങനെ തൻ്റെ കാലശേഷം സ്വതന്ത്രമാക്കി പ്രഖ്യാപിച്ചിട്ടാണ് മരിച്ചു പോയത്, ഇപ്പൊ ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിലായിപ്പോയി നബിയെ, ഒരു സമ്പത്തും ഇല്ല. നബി തങ്ങൾ ഈ 6 അടിമകളെയും തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. എല്ലാവരും വിളിച്ചോണ്ടെന്നു എന്ന് നബി തങ്ങൾ നറുക്കിട്ടിട്ട് അതിൽ നറുക്ക് കിട്ടിയ 2 ആളെ മോചിപ്പിച്ചു, അഥവാ 1/3. ബാക്കി 4 പേരെ അടിമകൾ തന്നെയായി പ്രഖ്യാപിച്ച മക്കൾക്ക് നൽകി. എന്നിട്ട് പറയുക, വാപ്പ ഈ പണി ചെയ്തത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങളെ വാപ്പാക്ക് വേണ്ടി നിസ്കരിക്കുമായിരുന്നില്ല. അത്ര വലിയ അന്യായമായിട്ടാണ് നബി തങ്ങൾ അതിനെ കണ്ടത്. അപ്പൊ ആ നിലയ്ക്ക് തെറ്റായ വസിയത്തുകൾ നടപ്പാക്കേണ്ട കാര്യമില്ല, നടപ്പാക്കാൻ പാടില്ല. അതേപോലെ മറ്റൊന്ന്, കടമുണ്ടെങ്കിൽ കടം വീട്ടണം. അത് മയ്യത്തിന് സ്വത്തുണ്ടോ ആ സ്വത്തുന്നാ വീട്ടേണ്ടത്. കടം വീട്ടി വസിയത്ത് നടപ്പാക്കി ശേഷം വരുന്ന സമ്പത്താണ് ഓഹരി വെക്കാനുള്ളത്. കടം വീട്ടാനും വസിയത്ത് നടപ്പാക്കാനും മയ്യത്ത് പരിപാലനത്തിനും എന്ത് ചെലവ് വരുന്നുവോ അത് അയാളെ സ്വത്തുനിന്നെടുക്കാം. അത് കഴിച്ചു ബാക്കിയാണ് ഓഹരി വെക്കപ്പെടുക. കടത്തിലും തന്നെ അല്ലാഹ് പ്രത്യേകം പറഞ്ഞു, ഔ ദൈനിൻ ഗൈരി മുളാർ, ഉപദ്രവകരമല്ലാത്ത കടം. ദോഷകരമായ കടമാണെങ്കിൽ അത് വീട്ടേണ്ട കാര്യമില്ല. ഇയാൾ ഏതായാലും മരിക്കാതെ ഉറപ്പായി, ആ മക്കളൊന്നുമില്ല, സ്വത്തിന് ആർക്കെങ്കിലും പോവാണ്, ഇയാൾ കുറേ കടമാക്കി വെച്ചിട്ടാണ് മരിച്ചുപോയി.
ഇയാളെ സ്വത്ത് മൊത്തം വിറ്റാൽ കടം വീട്ടാൻ കണക്ക, വേറെ ആർക്കൊന്നും കിട്ടാനില്ല. ആ കടം വീട്ടണ്ടതാണ്. ആ കടം വീട്ടണ്ട. അല്ലാഹ് നിശ്ചയിച്ച നിയമത്തെ മറികടക്കാൻ വേണ്ടി അയാൾ ചെയ്ത കുതന്ത്രമാണത്. ആ കുതന്ത്രത്തിന്റെ ദോഷം അയാൾ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് അയാളെ സമ്പത്ത് ആ കടം വിട്ട ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതാണ് മുദാറല്ലാത്ത കടം, ദോഷകരമല്ലാത്ത കടം. ആ കടം മാത്രമേ വീട്ടേണ്ടതുള്ളൂ. ന്യായമായി ഉണ്ടായ കടമുണ്ട്, ചികിത്സിച്ചിട്ടോ മറ്റെന്തെങ്കിലും ന്യായമായ വിഷയത്താലോ കുറച്ച് കടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ കടം ഇയാളെ സമ്പത്ത് കൊണ്ട് വീട്ടാം. എന്നിട്ട് മിച്ചമുണ്ടെങ്കിൽ ആ മിച്ചമുള്ള സമ്പത്താണ് ഓഹരി വെക്കാൻ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ മരിച്ചാൽ അവകാശികൾ ചെയ്യേണ്ട കാര്യമാണ്. മറ്റേത് എല്ലാവരും ചെയ്യാം. സമൂഹത്തിന് മൊത്തം കടമയാണ് കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിശ്ചയിക്കുക, മറമാടുക. കടം വീട്ടലും വസിയത്തും അയാളുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ സമ്പത്തിൽ നിന്നാണ് അത് നിർവഹിക്കേണ്ടത്. പിന്നെ ഇനി അയാളുടെ ബാക്കിയുള്ള അവകാശികൾ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നല്ലതാണ്. അതിൽ നബി തങ്ങൾ പഠിപ്പിച്ച ഒന്ന്, അയാളുടെ ബന്ധങ്ങളെ മക്കൾ നിലർത്തുക. ഇപ്പൊ വാപ്പ മരിച്ചു, വാപ്പാനെ കുറെ സുഹൃത്തുക്കളും വാപ്പുള്ള കാലത്ത് വീട്ടിൽ വന്നിരുന്ന കുറെ ആളുകളും വാപ്പ അങ്ങോട്ട് സഹായിച്ചിരുന്ന കുറെ ആളുകളൊക്കെ ഉണ്ടാകും. ആ ബന്ധങ്ങളെ നിലനിർത്തിപ്പോവുക, അത് വാപ്പയോടുള്ള ആ ഇഹ്സാനിന്റെ നന്മയുടെ ഒരു ഭാഗം തന്നെയാണ്. വാപ്പണ്ട് മരിച്ചു, ഉമ്മ മരിച്ചു, അതോടെ പിന്നെ ആ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോയി. പിന്നെ അവരാരും വീട്ടിലേക്ക് വരവില്ല, വന്നാലും സ്വീകരിക്കുന്നതുമില്ല. അതല്ല. ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ ഒരിക്കൽ ഒരു കഴുതപ്പുറത്ത് ഇങ്ങനെ പോവുക. അത്യാവശ്യം വിലപിടിപ്പുള്ള ഒരു മുന്തിയ ഒരു തലപ്പാവ് അദ്ദേഹത്തിന്റെ തലയിലുണ്ട്. അദ്ദേഹം ഇങ്ങനെ പോകുമ്പോ ഒരു അഅറാബി, ഒരു ഗ്രാമീണവാസി അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇദ്ദേഹം ഈ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി ഈ അഅറാബിയെ ആ കഴുതപ്പുറത്ത് കയറ്റിരുത്തി തന്റെ തലയിലെ മുന്തിയ മുണ്ടെടുത്ത് അയാളെ തലയിലേക്ക് വെച്ചുകൊടുത്തു. അപ്പൊ എല്ലാവരും എന്താ പങ്ങള് ഇയാളോട് ഇത്ര വലിയ ബഹുമാനം? അറാബിയല്ലേ, ഒരു ഗ്രാമീണനല്ലേ, അയാളെന്താ ഇത്ര വലിയ ബഹുമാനം കാണിക്കുന്നത്? ഇദ്ദേഹം പറഞ്ഞ മറുപടി, എന്റെ വാപ്പയും ഇയാളുടെ വാപ്പയും സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും വാപ്പമാർ തമ്മിൽ സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് ആ ബന്ധം ഞാൻ നിലനിർത്തുകയാണ്. അപ്പൊ അത് അതിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അതേപോലെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മാതാപിതാക്കളാവട്ടെ ഇനി അല്ലാത്തവരാകട്ടെ ആർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അത് പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണ്. വിശ്വാസികൾ ദുആയായി അല്ലാഹ് പറഞ്ഞു, വല്ലദീന യഖൂലുന റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. പടച്ചോനെ, ഞങ്ങൾക്ക് നീ പുറത്തുതാ, ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ ഏതെല്ലാം മുഅ്മിനീങ്ങൾ, ഏതെല്ലാം വിശ്വാസികൾ കഴിഞ്ഞുപോയോ അവർക്കെല്ലാം അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം. അതേപോലെ സ്വതക്ക വല്ലതും സ്വതന്ത്രമായി വേണമെങ്കിൽ ചെയ്യാം അവർക്ക് വേണ്ടി. ഒരു ഉമ്മ മരിച്ചു, വാപ്പ മരിച്ചു, സ്വതന്ത്രമായ സ്വതക്ക 3, 7, 14, 40 ഒന്നുമല്ല, അതൊന്നുമല്ലാതെ സ്വതന്ത്രമായ സ്വതക്കയും നമുക്ക് ചെയ്യാം. അത് തന്നെയും സ്ഥിരമായി നിലനിൽക്കുന്ന രൂപത്തിലുള്ളതാണെങ്കിൽ ആ സംവിധാനം എത്ര കാലം ഉണ്ടാകുമോ അത്രയും കാലം അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടുമെന്ന് കണക്കാക്കാം. സഅദ് റളിയല്ലാഹു അൻഹു വന്ന് നബിയോട് ചോദിക്കുന്നു, നബിയെ, എൻ്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി, മരിക്കുമ്പോൾ ഞാൻ അടുത്തില്ല, ഉമ്മാക്ക് സംസാരിക്കാനും കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനും എന്നുള്ള ഒരു സൗകര്യം ഉണ്ടായില്ല. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഉമ്മാക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നുവെങ്കിൽ സ്വതക്ക ചെയ്യാൻ എൻ്റെ ഉമ്മ പറയുമായിരുന്നു. പക്ഷെ അതിനൊന്നും അവസരം കിട്ടിയില്ല. ഉമ്മ അങ്ങനെ മരിച്ചുപോയി. ഞാൻ സ്വതക്ക ചെയ്താൽ ഉമ്മാക്ക് അതിനെ കൂലി കിട്ടുമോ? നബി തങ്ങൾ പറഞ്ഞത് അതെ, കിട്ടും, കൂലി കിട്ടും. ഏത് സ്വതക്കയാ നബിയെ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആളുകൾക്ക് വെള്ളം കുടിക്കാൻ പറ്റാവുന്ന ഒരു പൊതു കിണർ നീ കുഴിച്ചു കൊടുത്തോ, അതിന്റെ ഉമ്മാക്ക് കുറെ കാലങ്ങൾ കൂലി കിട്ടിക്കൊള്ളും. അങ്ങനെ അദ്ദേഹം മദീനയിൽ ഒരു പബ്ലിക് കിണറുണ്ടാക്കി. ആ കിണറിന് ബിഅ്റു ഉമ്മി സഅദ്, സഅദിന്റെ ഉമ്മയുടെ കിണർ എന്ന പേരിൽ ആ കിണർ അവിടെ അറിയപ്പെട്ടിരുന്നതാണ്. സഅദിന്റെ ഉമ്മാന്റെ കിണർ എന്ന പേരിലാണ് ആ കിണർ അവിടെ അറിയപ്പെട്ടു പോയത്. ആ കിണർ അദ്ദേഹം കുഴിച്ചു, അത് ഉമ്മാക്ക് കൂലി കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്.
അതേപോലെ ജീവിതകാലത്ത് പകരം ഏൽപ്പിക്കാൻ പറ്റാവുന്ന വല്ല അമലുമുണ്ടെങ്കിൽ അത് മരിച്ച ശേഷം പറ്റും. എല്ലാ അമലും ജീവിതകാലത്ത് ഏൽപ്പിക്കാൻ പറ്റില്ല. ജീവിതകാലത്ത് ഏൽപ്പിക്കാൻ പറ്റുന്ന അമലുണ്ട്, പറ്റാത്ത അമൽ. അപ്പൊ നമുക്ക് നിസ്കരിക്കാൻ സൗകര്യമില്ല, വേറെ ഏൽപ്പിച്ച് എനിക്ക് വേണ്ടി നിസ്കരിച്ചു പറഞ്ഞു, അത് പറ്റൂല. നമ്മൾ ഖുർആൻ ഓതാൻ സൗകര്യമില്ല, അത് വേറെ തന്നെ ഏൽപ്പിച്ചു ഓൻ പോയി ഖുർആൻ ഓതി, അതിന് കൂലി എനിക്ക് അതില്ല. എല്ലാ അമലും ജീവിതകാലത്ത് അങ്ങനെ ഏൽപ്പിക്കാൻ പറ്റിയതല്ല. അമല് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ശരീരം കൊണ്ട് മാത്രം ചെയ്യുന്ന അമലുകൾ, അത് പകരം ഏൽപ്പിക്കാൻ പറ്റൂല. രണ്ട്, സമ്പത്ത് കൊണ്ട് മാത്രം ചെയ്യുന്ന അമലുകൾ, അത് നിരുപാധികം വേറൊരാൾക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കാൻ പറ്റും. ഉദാഹരണമായി സക്കാത്ത്, അത് സമ്പത്തുമായി ബന്ധപ്പെട്ട സക്കാത്ത്. നമ്മൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായി, സ്ത്രീ കുറച്ച് ആഭരണമൊക്കെ ഉണ്ട്, അവർക്ക് സക്കാത്ത് കൊടുക്കണം. ഭർത്താവ് പറഞ്ഞു നിന്റെ സക്കാത്ത് ഞാൻ കൊടുത്തോളാം, മതി, പ്രശ്നമൊന്നുമില്ല. അല്ല, അവൾ തന്നെ കൊടുത്തോളുന്നില്ല. കാരണം അവിടെ സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു അമലാണ്. ആ സാമ്പത്തിക മേഖല അവിടെ നടപ്പാകണം എന്ന് മാത്രമേ അതിലുള്ളൂ. അതുകൊണ്ട് ജീവിതകാലത്ത് തന്നെയും മറ്റൊരാൾക്ക് വേണമെങ്കിൽ ഏറ്റെടുത്ത് ചെയ്യാവുന്ന കർമ്മമാണ് അത്തരം കാര്യങ്ങൾ. അത് മരിച്ചതിനു ശേഷം പറ്റും. ഒരാൾ കടം വീട്ടാതെ മരിച്ചുപോയി, ഒരേ കടം മറ്റോ വീട്ടുന്നു, അത് ഈ ഗണത്തിലാണ്. അതുകൊണ്ടാണ് മരിച്ചാളെ കടം ഇവൻ വീട്ടിയാലും അത് വീടെന്ന് പറഞ്ഞത്. അപ്പൊ സമ്പത്ത് കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ജീവിതകാലത്തും ഏൽപ്പിക്കാം, അത് മരണശേഷവും വേറാക്കി വേണ്ടി ചെയ്താൽ അയാളുടെ ബാധ്യത ഒഴിവായി കിട്ടും. എന്നാൽ ശരീരം കൊണ്ട് മാത്രം ചെയ്യുന്ന അമലുകളാണെങ്കിൽ അത് ജീവിതകാലത്തും ഏൽപ്പിക്കാൻ പറ്റൂല, മരിച്ചതിന് ശേഷം ഏൽപ്പിക്കാൻ പറ്റൂല. അപ്പൊ നിസ്കാരം ബാക്കിയുണ്ട്, ഒരാൾ മരിച്ചപ്പോൾ ആ നിസ്കാരം ബാക്കിയുള്ള നിസ്കരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ബോധമുള്ള കാലമത്രയും നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറയണത്. അത് ജീവിതകാലത്ത് അയാൾ ചെയ്തെങ്കിൽ അയാൾക്കുണ്ട്. ഒരാൾ മരിച്ചു, അയാൾക്ക് ഒരു 4 ദിവസം നിസ്കാരം ബാക്കിയ, സുഖമില്ലാതെ കിടന്നതാണ്, അത് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ റിസൾട്ട് എന്തോ അത് അയാൾ അനുഭവിക്കുക എന്നല്ലാതെ മക്കളെ കൂടിയിട്ട് ആ നിസ്കാരം നമുക്ക് നിസ്കരിക്കാം എന്ന് പറഞ്ഞ കാര്യമില്ല. അങ്ങനെ ഏൽപ്പിക്കാൻ പറ്റാമതല്ല നിസ്കാരം. ദിക്റുകൾ, അതേപോലെ സ്വലാത്തുകൾ, ഖുർആനോത്തുകൾ, ഇതെല്ലാം ശരീരം കൊണ്ട് മാത്രം ചെയ്യുന്ന അമലുകളാണ്. അത് അവനാൻ ചെയ്തെങ്കിൽ അവനാൻ ഉണ്ടാകുന്നല്ലാതെ അത് വേറൊരാൾ എനിക്ക് വേണ്ടി ചെയ്താൽ കിട്ടും. ഒരാൾ നിങ്ങൾ ഖുർആൻ ഓതുക, അതിന്റെ കൂലി എനിക്ക് അതില്ല. ഒരാൾ കുറെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചൊല്ല, അതിന്റെ കൂലി എനിക്ക് കിട്ടുക, അങ്ങനെ ഒന്നില്ല. അയാൾ സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ ഞാൻ കാരണക്കാരായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടും. കാരണം എന്താണ്? അത് എന്റെ കൂടെ അമലാണ്. അപ്പോ ഒരു ദുആ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു, ഒരാളത് പഠിച്ചു, ഓൻ ജീവിതത്തെ ശീലമാക്കി, നമ്മൾ കൂലിട്ടും. കാരണം എന്താ? നമ്മുടെ അമലാണ്. അപ്പോ നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത നമ്മുടെ അമലാണ്, അതിന്റെ റിസൾട്ടാണ് ഈ നടക്കുന്നതൊക്കെ. അപ്പൊ ജീവിതകാലത്ത് ഏൽപ്പിക്കാൻ പറ്റുന്നതെന്തോ അത് മരിച്ചതിന് ശേഷവും വേറൊരാൾക്ക് ചെയ്യാൻ പറ്റും. ആ ഗണത്തിലാണ് ഹജ്ജ് പറ്റും, ഉംറ പറ്റും എന്നൊക്കെ പറഞ്ഞത്. നബിയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഉപ്പാക്ക് ഹജ്ജ് ബാധ്യതയായി, പക്ഷേ അപ്പോഴേക്ക് ആരോഗ്യം നഷ്ടപ്പെട്ട് ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി, അത് ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയി, ഞാൻ ഹജ്ജ് ചെയ്താൽ അത് പറ്റുമോ? പറ്റും, പക്ഷേ നീ ആദ്യം നിന്റെ ഹജ്ജ് നീ ചെയ്യണം, എന്നിട്ട് വേണം മറ്റൊക്കെ ചെയ്യാൻ. ഹജ്ജിന് ആരാണോ പോകുന്നത്, ആ പോകുന്ന ആള് സ്വന്തം ഹജ്ജ് ചെയ്ത ആളായിരിക്കണം. അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ പറ്റും. സ്വന്തം ഹജ്ജ് ചെയ്യാത്ത ഒരാള് ആദ്യം തന്നെ വേറെ ആൾക്ക് പോയി ഹജ്ജ് ചെയ്യാം, അത് പറ്റൂല. സ്വന്തം ചെയ്തൊരാൾക്കാണെങ്കിൽ അടുത്തൊരു ഹജ്ജിന് വേണമെങ്കിൽ മറ്റൊരാൾക്ക് പകരം ചെയ്യാം, ഉംറ ചെയ്യാം, ആ കാര്യങ്ങൾ ചെയ്യാം. കാരണം അവിടെ ശരീരം മാത്രമല്ല, ശരീരവും സമ്പത്തും കൂടെ കൂടുന്നതാണ് ഹജ്ജും ഉംറയും. നോമ്പ് നോൽക്കാം. നബി തങ്ങൾ പറഞ്ഞു, മൻ മാത വഅലൈഹി സിയാമുൻ സാമ അൻഹു വലിയുഹു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഒരാൾ മരണപ്പെട്ടു, അവന് നോമ്പ് ബാക്കിയുണ്ട് എങ്കിൽ സാമ അൻഹു വലിയുഹു, അവന്റെ വലിയന് അവന് വേണ്ടി നോമ്പെടുക്കാം. വലിയൻ അവനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ എന്നാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടത്. ഉമ്മയോ ബാപ്പയോ മക്കളോ ജേട്ടനോ അനിയനോ ഭാര്യയോ ഭർത്താവോ അങ്ങനെയൊക്കെയുള്ള അയാളുമായി അടുപ്പമുള്ളവർ, അതാണ് വലിയ അവിടെ ഉദ്ദേശിക്കുക. ആ വലിയന് ഇവന് വേണ്ടി നോമ്പെടുക്കാം. അതല്ലെങ്കിൽ വേണമെങ്കിൽ മുദ്ദ കൊടുക്കുകയും ആവാം. പണ്ഡിതന്മാർക്ക് വീക്ഷണ വ്യത്യാസങ്ങളുണ്ട് ആ മസ്അലയിൽ. ചിലർ പറഞ്ഞു അയാൾക്ക് നോമ്പെടുക്കാൻ സൗകര്യം കിട്ടാതെ മരിച്ചു പോയതാണെങ്കിൽ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞവരുണ്ട്. രോഗിയായി കിടന്നു, ആ രോഗം മാറിയിട്ടില്ല, പിന്നെ അയാൾ അങ്ങനെ അതിന്റെ അവസാനം മരിച്ചുപോയി, ആ നോമ്പ് നോൽക്കാൻ പറ്റുന്ന സാഹചര്യം അയാൾക്ക് ഉണ്ടായിട്ടേ ഇല്ല.
എങ്ങനെയൊക്കെ ബാധ്യതയില്ല, അവിടെ മുദ്ദ് കൊടുക്കുകയും വേണ്ട, നോറ്റ് വീട്ടുകയും വേണ്ട എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ. അതെല്ലാം നോക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷെ അത് നോറ്റിയില്ല. പിന്നെ നോക്കാന്ന് വിചാരിച്ചു, പക്ഷെ പിന്നെ അതിന് അവസരം ഉണ്ടായില്ല, അങ്ങനെ പോയതാണ്. എങ്കിലൊക്കെയാണ് ഇപ്പറഞ്ഞത് എന്നൊക്കെ ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞ് കാണുന്നു. അല്ലാഹു അഅലം. ചിലർ പറഞ്ഞ് നോക്കേണ്ട കാര്യമില്ല, അവർക്ക് ഭക്ഷണം കൊടുത്താലും മതി എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഏതാണെങ്കിലും നോമ്പിന്റെ വിഷയത്തിൽ ഏൽപ്പിക്കാൻ പറ്റാൻ കാരണം നോമ്പ് ശരീരം കൊണ്ട് മാത്രം ചെയ്യുന്ന കാര്യമല്ല. ശരീരം കൊണ്ടാണ് നോമ്പെങ്കിലും ആ നോമ്പ് തടസ്സം വന്നാൽ പകരം ഏൽപ്പിച്ച പണി എന്താ? മുദ്ദ് കൊടുക്കൽ, ഭക്ഷണം കൊടുക്കലാണ്. അപ്പൊ സമ്പത്ത് കൂടി ഇടപെട്ടു. അതിന് ശരീരവും സമ്പത്തും കൂടി ഇടപെടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഒരു ഇളവ് നൽകപ്പെട്ടിരിക്കുന്നത്. അതല്ലാത്ത കർമ്മങ്ങൾ, കുറെ ദിക്ർ ചൊല്ലുക, കുറെ തഹ്ലീൽ നടത്തുക, ഇതിൽ അതാണ് അങ്ങോട്ട് കൊടുത്തയക്കുക, കുറെ ഫാത്തിഹ ഓതുക, അതിനെ കൂടി അങ്ങോട്ട് കൊടുത്തയക്കുക, ആ വക ഏർപ്പാട് ഇസ്ലാമിലില്ല. നബി തങ്ങളുടെ മാതൃക അതിലൊന്നും വന്നിട്ടില്ല. അത് വ്യാപകമായി പ്രചരിച്ച അനാചാരങ്ങളിൽപ്പെട്ടതാണ് അതൊക്കെ. ഫാത്തിഹയും ഇഖ്ലാസൊക്കെ ഓതിയിട്ട് അല്ലാഹു ഇതിന്റെ കൂലി നീ ഇന്നാക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞ് മരിച്ച ആൾക്ക് വേണ്ടി ഖുർആൻ ഓതുക, അത് ഹദിയ ചെയ്യാം. മരിച്ച ആൾക്ക് വേണ്ടി 70,000 ദിക്ർ ചൊല്ലുക, അത് അങ്ങോട്ട് ഹദിയ ചെയ്യുക. അതൊക്കെ പിൽക്കാലത്ത് മതത്തിലേക്ക് വ്യാജമായി കൂട്ടിച്ചേർക്കപ്പെട്ട അനാചാരങ്ങളാണ്. ഒരു അടിസ്ഥാനം അതിനില്ല. നബിയുടെയോ സ്വഹാബത്തിനെയോ മാതൃകകൾ ആ വിഷയത്തിലില്ല. അപ്പൊ നിർബന്ധമായും ചെയ്യേണ്ട 4 കാര്യം: സമ്പത്തുമായി ബന്ധപ്പെട്ട അയാളുടെ വസിയ്യത്ത്, അയാളുടെ കടം, പിന്നെ ശേഷക്കാർക്ക് ബാക്കിയുള്ളതാണ് ഈ പറഞ്ഞ അയാളുമായുള്ള ബന്ധങ്ങൾ, അതേപോലെ അയാളുടെ പേരിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ സൗകര്യം സാഹചര്യവും താല്പര്യവും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെ അതിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ഖബർ സന്ദർശനം എന്നുള്ളത് അത് അയാളെ ഖബറിൽ പോയി കാണാന്നുള്ളതല്ല. ഏത് ഖബർ കണ്ടാലും ഖബർ സിയാറത്ത് തന്നെയാണ്. അല്ലാതെ ദ്വാരക്കാൻ വേണ്ടി ഖബറിൽ പോകുക എന്നുള്ളതല്ല. ദുആ എപ്പോഴും വേണ്ടതാണ്. അത് ഖബറിൽ പോയാലും പോയില്ലെങ്കിലും ഏതു സമയത്തും പ്രാർത്ഥിക്കേണ്ടതാണ് അവർക്ക് വേണ്ടി. അല്ലാണ്ട് എന്താ പാപ്പാന്റെ ഖബറും കൂടി പോണില്ല അല്ല. അങ്ങനെ ദ്വാരക്കാൻ അവിടെ പോയെങ്കിലേ പറ്റുള്ളൂന്നോ, അവിടെ പോയി ദ്വാരുന്നാൽ പ്രത്യേകിച്ച് എന്താ ഉണ്ടെന്നോ അതൊന്നുമില്ല. ദുആ എപ്പോഴും ആകാം. മക്കളെ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഉമ്മാനെയും ബാപ്പാനെയും കാര്യം സ്വാഭാവികമായും ഒരു സ്വാലിഹായ മകന്റെ മനസ്സിൽ വരാതിരിക്കൂല. ഖബർ സിയാറത്ത് അതിലല്ല. ഖബർ സിയാറത്ത് നമുക്ക് മരണത്തെ ഓർക്കാനാണ്, മരിക്കുമെന്ന ഓർമ്മയുണ്ടാവാൻ. അത് ഒരു പ്രത്യേകം ഖബർ തിരഞ്ഞെടുത്ത് പോകുന്നതിനേക്കാൾ ഏറെ നബിയുടെയും സഹാബത്തിന്റെയും മാതൃക ഖബർസ്ഥാനിലേക്ക് പോകുന്നതാണ്. എന്നാൽ പ്രത്യേക ഖബറിൽ പോകാൻ പാടില്ല എന്നല്ല. ഒരു ഖബറിൽ ആ ഖബറിൽ പോയി കാണുമ്പോൾ നമുക്ക് ആ ബോധമുണ്ടാകുന്നു. നമ്മുടെ സുഹൃത്ത് മരിച്ചു, ആ സുഹൃത്തിൻ്റെ ഖബറിൽ പോയി. നമ്മുടെ അയൽവാസി മരിച്ചു, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ മരിച്ചു, ഓരോ ഖബറിൽ പോകുമ്പോൾ നമുക്കൊരു ബോധമുണ്ടാകുന്നു. ആവാം ദ്വാരക്കാൻ വേണ്ടി ഖബറിൽ പോകണമെന്നില്ല. എന്നാൽ പോകുമ്പോൾ ഖബറാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുമാകാം. ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞത് ഫഇൻഹ തുദക്കിറുക്കുമുൽ ആഖിറ, പരലോകമെന്ന ഓർമ്മയുണ്ടാകാനാണ്. എനിക്കും വേണല്ലോ കിടക്കുക, എനിക്കും വേണല്ലോ ഖബറിലേക്ക് പോവുക എന്ന ആ ബോധമുണ്ടാവാനാണ് ഖബർ സന്ദർശിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ രാത്രി സമയത്ത് ഖബർസ്ഥാനിലേക്ക് പോകലുണ്ടെന്നാണ്. വീട്ടിൽ കിടന്നുറങ്ങിയ നബി ഭാര്യ ഉറങ്ങിക്കഴിഞ്ഞാൽ നബി മെല്ലെ എണീക്കും. എന്ന് നബി ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഖബർസ്ഥാനിലേക്ക് പോകും. നബിയുടെ വീട്ടിൽ നിന്ന് 500 മീറ്ററാണ് അന്ന് ഖബർസ്ഥാനിലേക്കുള്ളത്, ബഖീഉൽ ഖർഖദിലേക്ക്. പിന്നെ നബിന്റെ വീടടക്കമുള്ള പള്ളിയുടെ ഭാഗം, ആ പള്ളി കുറെ എങ്ങോട്ടും വലുതായി, ഖബർസ്ഥാൻ എങ്ങോട്ടും വലുതായി. അങ്ങനെയാണ് പള്ളി ഖബർസ്ഥാൻ ഇപ്പോൾ ഒന്നിച്ചായത് അവിടെ മദീന പള്ളിയിൽ. അന്ന് മദീന പള്ളിയിൽ 500 മീറ്റർ ഖബർസ്ഥാനിലേക്ക് ദൂരമുണ്ട്. രാത്രി സമയത്ത് ഭാര്യ ഉറങ്ങിക്കഴിഞ്ഞാൽ നബി എഴുന്നേൽക്കും, എന്നിട്ട് പോകും. ഖബർസ്ഥാനിൽ ചെന്നിട്ട് സലാമുൻ അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അല്ലാഹുവിന്റെ സമാധാനം, റബ്ബിൽ നിന്നുള്ള രക്ഷ ഉണ്ടാവട്ടെ, ഞങ്ങളും നിങ്ങളെ കൂടെ വന്നു ചേരാനുള്ളവരാണ്, ഞങ്ങളും വരും ബാക്കിൽ. അതൊരു ഓർമ്മ കൂടിയാണ്, വെറും ദിക്റല്ല. ഞങ്ങളും പിന്നാലെ വരാനുണ്ട്. അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങളും നിങ്ങളെ കൂടെ വന്നു ചേരാനുള്ളവരാണ്. നിങ്ങൾ നേരത്തെ പോയി, ഞങ്ങൾ പിറകിൽ വരാനുണ്ട്. ആ ബോധം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖബർസ്ഥാനിൽ ചെന്ന് നിന്നിട്ട് അദ്ദേഹം ദീർഘമായി ഖബറുകൾ നോക്കി നിൽക്കുമായിരുന്നുവെന്നാണ്. ഇന്നാളെ ഖബറൊന്നുമില്ല, മൊത്തത്തിൽ ആ ഖബർസ്ഥാൻ ഇങ്ങനെ നോക്കി അദ്ദേഹം നിൽക്കും. എന്ന് അദ്ദേഹം ഇങ്ങനെ സ്വയം പറയും, ഖബറാളികളെ, എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ? എന്താ നിങ്ങളുടെ വിശേഷങ്ങൾ?
ഇത് അദ്ദേഹം തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നെനിക്കറിയാം, എന്നാൽ നിങ്ങൾ പോയതിനു ശേഷമുണ്ടായ വിശേഷം ഞാൻ പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് വിളിച്ചു പറയും, നിങ്ങൾ പോയതിനു ശേഷം നിങ്ങളുടെ ഭാര്യമാരെ മറ്റു പലരും വിവാഹം കഴിച്ചു, നിങ്ങളുടെ കച്ചവടങ്ങളൊക്കെ മറ്റു പലരും ഏറ്റെടുത്തു, നിങ്ങൾ കൈകാര്യം ചെയ്ത മേഖലകൾ ഇന്ന് മറ്റു പല ആളുകളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനു ശേഷം അദ്ദേഹം പറയും, അലി നിന്റെയും അവസ്ഥ ഇതാണല്ലോ, നിനക്കും ഇതാണല്ലോ കിട്ടാനുള്ളത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോരുമായിരുന്നു. അതാണ് ഖബർ സിയാറത്ത്. നമുക്ക് ആ ബോധമുണ്ടാകാൻ, കിബറില്ലാതാകാൻ, മനസ്സിന്റെ കട്ടി കുറയാൻ, വിനയവും ലാളിത്യവും പഠിയാൻ ഒക്കെ നല്ല മാർഗമാണ് ഖബറിൽ പോയി കാണാൻ. അത് മുസ്ലിമിന്റെ ഖബറിൽ പോലും ആയിക്കോളുന്നില്ല. മുസ്ലിം അല്ലാത്തൊരാളെ ഖബറുണ്ട്, ആ ഖബർ കാണുമ്പോ ഈ ബോധമുണ്ടാകുമോ? അവിടെയും പോകാം. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നബി ഇമാം റഹിമഹുല്ലാ പറഞ്ഞു, ഈ ഹദീസിൽ നിന്ന് മുശ്രിക്കിന്റെ ഖബർ സന്ദർശിക്കൽ അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കാം. അതിനു വരെ ഇസ്ലാമിൽ അനുവാദമുണ്ട്. കാരണം ലക്ഷ്യം അതാണ്, ഈ ഓർമ്മ ഉണ്ടാവുക, മരിക്കുമെന്ന ബോധം വരിക, പരലോകമെന്ന ബോധമുണ്ടാവുക. അതിനാണ് ഖബർ പോയി കാണുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മയ്യിത്തുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ. നാട്ടിൽ അങ്ങനെയൊന്നുമല്ല. ഈ ഓരോന്നിലും 100 കൂട്ടം അനാചാരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത് പലതും ഇവിടെ നടക്കുന്നത്. ഓരോന്നും പറയേണ്ട, ഒരുപാട് പറയാനുണ്ടാവും. ഏത് രംഗത്ത് ഓരോ നാട്ടിൽ കാണാം പുതിയ 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 ഏർപ്പാട്. മരിച്ചു എന്ന് കേട്ട് അവിടെ മുതൽ ആരംഭിക്കുന്ന, പിന്നീട് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അനാചാരങ്ങളാണ് മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നാടുകളിൽ ഉള്ളത്. മരിച്ചെടുത്ത് മുതൽ ആരംഭിക്കുന്നു. ഒരാൾ മരിച്ചു എന്നാൽ ഉറപ്പായി കഴിഞ്ഞാൽ അവിടെ മുതൽ ആരംഭിക്കുന്ന 100 കൂട്ടം അനാചാരങ്ങൾ, മയ്യിത്ത് വിളിച്ചു പറയലും, അതേപോലെ മയ്യിത്തിനെ സമീപത്തുള്ള ഖുർആനോത്തുകളും അടക്കമുള്ള കാര്യങ്ങൾ പിൽക്കാലത്ത് കടന്നു വന്നവയാണ്. അനൗൺസ്മെന്റ് ഇല്ല, അത് ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്നു. നബി വരുന്നതിന് മുമ്പ് മക്കയിൽ ഒരു ശൈലി ഉണ്ടായിരുന്നു. ഒരാൾ മരിച്ചാൽ അതിനു വേണ്ടി മാത്രം ചില ടീം അവിടെ ഉണ്ട്, ഒരു വാടക ടീം. ആ വാടക ടീമിനെ ഏൽപ്പിക്കും ഇയാളെ പേരിൽ കരയാൻ വേണ്ടി. അത് കരച്ചിലാണ്. ഒട്ടകപ്പുറത്ത് കയറി അവരിങ്ങനെ സംഘമായി പോകും. ആളുടെ തറവാടും വലിപ്പവും അനുസരിച്ച് ഈ സംഘത്തിന്റെ ബലം കൂടും. അത് മൊത്തം കൊട്ടേഷൻ കൊടുക്കലാണ്. എവിടൊക്കെ പോകണം, ഏതൊക്കെ ഏരിയ കവർ ചെയ്യണം എന്നൊക്കെ അവർക്ക് മൊത്തത്തില് ടെൻഡർ ഏൽപ്പിക്കലാണ്. അങ്ങനെ അവരൊക്കെ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് ടീം ഇങ്ങനെ വരും. നമ്മൾ അങ്ങാടിക്കൊണ്ട് വന്നിട്ട് ഇയാൾ മരിച്ചു എന്ന് ആദ്യം പറയും. എന്നിട്ട് ഇയാളുടെ കുറേ മഹത്വങ്ങൾ ഇങ്ങനെ പറയും. അയാൾ അങ്ങനെയായിരുന്നു, അയാൾ ഇങ്ങനെയായിരുന്നു, അയാൾ അങ്ങനെയായിരുന്നു. ഇത് പറഞ്ഞിട്ട് ഇവർ കരയും. അപ്പൊ ഇവരൊക്കെ ഇവിടെ കരയുമ്പോൾ കണ്ടിക്കുന്നവൻ കരയും. അങ്ങനെ നാട്ടിലെ മൊത്തം കരയും. അത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോയി അടുത്ത സ്ഥലത്തേക്ക് എത്തും. അവിടെ എത്തിയതേപോലെ അവിടുന്ന് പറയും, അവിടുന്ന് കരയും. എന്നിട്ട് വലിയ പേരാണ്. അയാൾ മരിച്ചിട്ട് 8 ദിവസം ഒന്നാകെ നാട് കരഞ്ഞു. അത് ഭയങ്കര പേരായിരുന്നു. വലിയ വലിയ പൈസക്കാരൊക്കെ ആണെങ്കിൽ ഒരു മാസമൊക്കെ ഒന്നാകെ അവിടെ കരച്ചിലുണ്ടാവും. ടീം ഇങ്ങനെ മാറി 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 പോകലാണ്. അതേപോലെ ഇത്ര പ്രദേശങ്ങൾ കരഞ്ഞു. അത് വലിയ പേരായിരുന്നു. ഒന്നുമില്ലാത്തവരാണെങ്കിൽ ആരും കരയാനുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അല്ലാത്തൊരു മരിക്കുമ്പോൾ ആളുടെ വലിപ്പം അനുസരിച്ച് കരയുന്ന നാടിന്റെ ഏരിയ കൂടും, ദിവസങ്ങൾ കൂടും. അതാണ് അന്നത്തെ അവസ്ഥ. നബി തങ്ങൾ വിരോധിച്ചു, അത് പാടില്ല എന്ന് പറഞ്ഞു. നഅി എന്നാണ് അവർ അന്നതിന് വിശേഷിപ്പിച്ചത്. നഅി മരണവാർത്ത അറിയിക്കുക, അത് പാടില്ല എന്ന് നബി തങ്ങൾ വിലക്കി. ആ ഗണത്തിൽ വരുന്ന ഏതും പാടില്ല എന്നാണ്. അതിന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ് ഇപ്പോ. മൈക്ക് കെട്ടിയിട്ട് ഇറങ്ങുക, നമ്മൾ ആദ്യം റൂട്ട് കൊടുക്കുക, ഇന്ന സ്ഥലത്തൊക്കെ പോകണം, ഇത്ര ബൈക്കൊക്കെ പോകണം ഇത് നമ്മൾ നിശ്ചയിച്ചു. അവിടെ ഇങ്ങനെ പോയിട്ട് ഇയാൾ മരണപ്പെട്ട കാര്യം വ്യസന സമേതം അറിയിക്കുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞിങ്ങോട്ട് പോരുക. അത് ഈ വിലക്കപ്പെട്ട നഅയിന്റെ ഗണത്തിലാണ് പണ്ഡിതന്മാർ അതിനെ എണ്ണിയിരിക്കുന്നത്. അങ്ങനെ ഒന്നില്ല. ചില സ്വഹാബിമാരൊക്കെ അന്ന് സൂക്ഷ്മത കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് മക്കളോട് പ്രത്യേകം, ഞാൻ മരിച്ചാൽ ആരെ അറിയിക്കണ്ട, അത് നഅയാകുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് വരെ പറഞ്ഞവർ അന്നുണ്ടായിരുന്നതാണ്. അത്രയേറെ ആരെ കൂടി ഒരു നിസ്കരിച്ചാൽ മതി. അങ്ങനെ ഒന്നാകണ്ട് അറിയിച്ചിട്ട് എല്ലാവരും കൂടി അങ്ങനെ ഒരു അറിഞ്ഞ് മൊത്തം ഒരു വിളംബരം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇത് പോകേണ്ടതില്ല എന്നുവരെ അന്ന് പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ചവർ ആ സാഹചര്യത്തിൽ ജീവിച്ചത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞവരൊക്കെ അന്നുണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വസിയത്തായിരുന്നു, ഞാൻ മരിച്ചാൽ എത്രയും പെട്ടെന്ന് മറമാടണം. മരിച്ചാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് മറവ് ചെയ്യാൻ കഴിയുമോ അത്രയും വേഗം മറവ് ചെയ്യണമെന്ന് അദ്ദേഹം വസിയത്ത് ചെയ്തതാണ്.
അദ്ദേഹം മഗ്രിബിനാണ് മരിച്ചത്, ഇശാക്ക് മറയിതു. മഗ്രിബിന് മരിച്ചിട്ട് അദ്ദേഹത്തെ ഇശാഇന് മറവ് ചെയ്തു. തുച്ഛം ആളുകളെ അറിഞ്ഞുള്ളൂ. ആളുകൾക്ക് ഇദ്ദേഹം മരിച്ച വാർത്ത പുറം ലോകം അറിഞ്ഞപ്പോഴേക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് അന്നത്തെ വലിയ പണ്ഡിതന്മാര് പറഞ്ഞത്, ജീവിതകാലത്ത് സുന്നത്തിന് വേണ്ടി ജീവിച്ച അദ്ദേഹം മരണത്തിന് കൂടി ആ സുന്നത്ത് പ്രാവർത്തികമാക്കാൻ പഠിപ്പിച്ചുവെന്നാണ് അതൊരു മാതൃകയായി എടുത്തു പറഞ്ഞത്. അപ്പൊ അത്തരം ശ്രദ്ധകൾ എല്ലാ രംഗത്തും നമുക്കും നല്ലതാണ്. അതേപോലെ ഖുർആനോത്ത് മരിച്ചെടുത്ത ഖുർആനോത്ത് നല്ലതല്ലേ എന്ന് ന്യായം പറഞ്ഞിട്ടാണ് പലപ്പോഴും കടന്നു വരാറുള്ളത്. നബിയുടെ കാലത്ത് ധാരാളം സ്വഹാബിമാർ മരിച്ചിട്ടുണ്ട്. ഒറ്റ സ്വഹാബിയുടെ മയ്യത്തിന് സമീപത്ത് ഒരു ഖുർആനോത്ത് നിർദ്ദേശം ഉണ്ടായിട്ടില്ല. നബി തങ്ങൾ വഫാത്താകുമ്പോഴും 100,000 സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. അവരാരും ഒരു പ്രത്യേകമായ ഖുർആനോത്ത് അവിടെ ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ വന്നത് എവിടെ വെച്ചാൽ നമ്മൾ മരിച്ചാൽ 8, 10, 15 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മയ്യത്ത് മറമാടുന്നത്. അപ്പൊ അത്രയും സമയം ഇങ്ങനെ വെറുതെ ഒരു ഇടങ്ങാറ. അപ്പോഴാണ് ഓരോന്ന് വരിക. സുന്നത്ത് പ്രകാരം ഒരാൾ മരിച്ചാൽ എത്രയും വേഗം ആ മയ്യത്ത് പരിപാലനം നിർവഹിക്കണം എന്നാണ് നബി ഞങ്ങൾ പറഞ്ഞു. അയാൾ സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ലഭിക്കാതിരിക്കുന്നത് നല്ല നല്ല ആനന്ദങ്ങളാണ്. നിങ്ങൾ എന്തിനാ തടഞ്ഞു വെക്കുന്നത്? ഇനി അതല്ല, അയാൾ ദുഷിച്ചവനാണെങ്കിൽ ആ ഷർറെന്തിനാണ് നിങ്ങളെ പരടി വെച്ചുകൊണ്ടിരിക്കുന്നത്? ഒഴിവാക്കി കളയും. അത് ഹദീസിന്റെ പ്രയോഗം. നല്ലോനാണെങ്കിൽ അനുഭവിക്കാൻ പോണ സുഖാനന്ദങ്ങൾ അതിലേക്ക് പോയിക്കോട്ടെ. ദുഷിച്ചവരാണെങ്കിൽ എന്തിനാണ് ആ ദുഷിച്ചത് നിങ്ങൾ പരടിയിലും വെച്ചുകൊണ്ട് നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക എന്നാണ് നബി തങ്ങൾ അവശ്യമായി പഠിപ്പിച്ചത്. അപ്പൊ പരമാവധി വേഗത്തിൽ അവിടുന്ന് ആള് വരാനുണ്ട്, ഇവിടുന്ന് ആള് വരാനുണ്ട്, ഗൾഫിൽ നിന്ന് മറ്റോ വരാനുണ്ട്, അവരൊക്കെ വന്നോട്ടെ. അതിനു വേണ്ടി മയ്യത്ത് കാത്തുക്കേണ്ട കാര്യമില്ല. എന്നിട്ട് മണിക്കൂറുകൾ കാത്തു നിന്ന് അവസാനം ഒരു വരവന്ന് ഒരു നോട്ടം നോക്കിയാണ് പോകുകയെന്നല്ലാതെ അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊക്കെ നമ്മൾ കൂടി ഒരു മാതൃക അതിൽ കാണിക്കേണ്ടതുണ്ട്. എവിടെ മരിച്ചോ അവിടെ മറയുക, അതിൽ ഒരു ഭാഗം കൂടിയാണത്. മരിച്ച നാട്ടിൽ മറവ് ചെയ്യാവുന്നതാണ് ശരിയായ സുന്നത്ത്. അല്ലാതെ അവിടുന്ന് പിന്നെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് കുറേ ഭാഗത്തേക്ക് കൊണ്ടുപോയി അതൊന്നും നല്ലതല്ല. ഉഹദിൽ ഷഹീദായവരിൽ 2 പേര് മയ്യത്ത്. ജാബിർ തന്നെ പറയാ, എന്റെ വാപ്പയും എന്റെ അമ്മാവനും ഉഹദിൽ ഷഹീദായി. വാപ്പി മരിച്ചു, അമ്മോനും ഷഹീദായി. ഉമ്മയുണ്ട് അന്ന് ഉഹദിൽ മുറിവേറ്റനെ പരിചരിക്കാൻ വേണ്ടി ഉമ്മ പോയിട്ടുണ്ട്. അങ്ങനെ 2 പേരുടെയും മയ്യത്ത് ഒരു ഒട്ടകത്തിനെ പുറത്ത് വെച്ച് കെട്ടിയിട്ട് അതുമായി ഉമ്മ പോന്നു. കുറച്ചുകൂടെ പോന്നപ്പോ ചല്ലേ എവിടേക്കത് കൊണ്ടുപോകണേ? നാട്ടിൽ കൊണ്ടുപോകണം, നാട്ടിൽ മറയാൻ പറഞ്ഞു. അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, എവിടെയാണോ മരിച്ചത് അവിടെയാണ് മറമാടേണ്ടത് എന്ന് നബി പഠിപ്പിച്ച് കേൾക്കാറില്ലേ? തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ മറയുന്നതാണ്. അത്രയേറെ അത് ശ്രദ്ധ പതിപ്പിച്ചവരായിരുന്നു അവരൊക്കെ എന്ന് ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം അതൊക്കെ ഒരു അനാവശ്യമായ അത്തരം ശൈലികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും പക്ഷേ ചില സന്ദർഭങ്ങൾ, ചില സാഹചര്യങ്ങൾ ഒരു പക്ഷേ വേണ്ടി വന്നേക്കാം. അത് പാടില്ല എന്നല്ല. പക്ഷെ പരമാവധി എവിടെയാണോ മരിക്കുന്നത് അവിടെ മറവ് ചെയ്യാന്നതിനാണ് അതിൻ്റെ ശരിയായ സുന്നത്തോട് യോജിക്കുന്ന ഏറ്റവും ശരിയായ നിലപാട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ ഖബറിങ്ങലാണെങ്കിൽ ഒരുപാട് അനാചാരങ്ങൾ, ഖബറിന്റെ ഉള്ളിൽ എഴുതി വെക്കലും പുറത്തെഴുതി വെക്കലും തുടങ്ങി എന്തെല്ലാം വേദനകളും. ഖബറിന്റെ ഉള്ളിൽ എഴുത്തുണ്ട്, പുറത്തും എഴുത്തുണ്ട്, രണ്ടും ഇസ്ലാമിലില്ല. മുഖത്തെഴുത്താണ് പേരന്, മുഖത്തെഴുതി വെക്കാന്ന്. പല സൈസ് എഴുത്താണ്. തങ്ങന്മാരൊക്കെ ആണെങ്കിൽ അവരെ പരമ്പര എഴുതി വെക്കും. അതേപോലെ ത്വരീഖത്തുകാരാണെങ്കിൽ അവരെ ഷെയ്ഖിന്റെ പരമ്പര എഴുതി വെക്കും. നാടന്മാരാണെങ്കിൽ ഒരു പാട്ട് എഴുതി വെക്കും. അതാണ് സാധാരണ പതിവ് നമ്മളൊക്കെ നാട്ടിൽ. തങ്ങളാണെങ്കിൽ ഇയാളെ വാപ്പന്നാള്, വാപ്പാന്റെ വാപ്പന്നാള്, വാപ്പാന്റെ വല്യപ്പന്നാള് എന്ന് പറഞ്ഞ നബി വരെ എത്തുന്ന പരമ്പര എഴുതിയിട്ട് ആ മയ്യത്തിനെ കൂടെ ഖബറിൽ വെക്കുന്ന. പിന്നെ അയാൾക്ക് വേറെ ചോദ്യം ഇല്ല എന്നാണ് പോലെ വിശ്വാസം. മുൻഗണനകളൊക്കെ വരുമ്പോൾ അഡ്രസ്സ് കാണിച്ചു വെക്കുന്നത്, ഞാൻ തങ്ങളാണ്, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്, അവിടെ ഇന്നറ്റ് ഏർപ്പാട് വേണ്ടാറ്. അപ്പൊ അത് ഒഴിഞ്ഞു പോകുന്നതാണ്. ത്വരീഖത്തുകാരനാണെങ്കിൽ ഇയാളെ ഷെയ്ഖ് ഇന്നാളാണ്, ഷെയ്ഖിന്റെ ഷെയ്ഖ് ഇന്നാളാണ്, അയാളെ ഷെയ്ഖ് ഇന്നാളാണ് എന്ന് പറഞ്ഞ് മൊഹിദ്ദീൻ ഷെയ്ഖ് വരെ അല്ലെങ്കിൽ റിഫായി ഷെയ്ഖ് വരെ എത്തുന്ന പരമ്പര ഉണ്ടാകും. ആ പരമ്പര എഴുതി വെക്കുക. അയാൾക്കും പിന്നെ ചോദ്യം ഉണ്ടാവില്ല എന്നാണ്. കാരണം അവിടെ മലക്ക് വരുമ്പോൾ ഇത് കാണിച്ചു, ഞാൻ മൊഹിദ്ദീൻ ഷെയ്ഖിന്റെ ആളാണ്, ഞാൻ റിഫായി ഷെയ്ഖിന്റെ ആളാണ്, ഇത് അതിന്റെ രേഖ ഇവിടെ ഉണ്ട്, പരമ്പര ഇവിടെ ഉണ്ട്. ആ എന്നാ ശരി, എന്നോടൊന്നില്ല, വിട്ടു. കാരണം മൊഹിദ്ദീൻ ഷെയ്ഖ് പണ്ട് കൊടുത്ത ഓർഡറാണ്, മുൻകർ നക്കീറോട് എന്റെ മുരീരിനെ പേടിപ്പെടുത്തരുതെന്ന് പറഞ്ഞോവർ. മൊഹിദ്ദീൻ ഷെയ്ഖ് പണ്ട്
മുൻഗണനയ്ക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഏത് ഖബറിൽ ചെന്നാലും ശരി എന്റെ മുരീദാണോ ഓലെ പേടിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പൊ ചില വ്യാജന്മാര് വെറുതെ പറയും ഞാൻ മൊയ്തീൻ ശൈഖിന്റെ ആളാണ്. അപ്പൊ അത് പിടിക്കാനാണോ എന്ന് അറിയില്ല ഇത് എഴുതി കൊടുക്കണത്. രേഖ ഉണ്ടായ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞാൻ ഇതിന്റെ ആളാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത പിന്നെ ചോദ്യം. അപ്പൊ അതൊന്നും ഇല്ലാതെ പിന്നെ ഒന്നുമില്ലാതെ വരുന്നവരാണ് ഇതൊക്കെ പടം വരിക. ഓനെ പാട്ടയിലേക്ക് ഇയാൾ ഒരു പാപിയാണ്, ഇയാൾ അക്രമിയാണ്, ഇയാൾ സാധുവാണ്, എന്നാലും പുറത്തുകൊടുക്കണം, ഇയാൾ അത്ര മോശക്കാരനാണെങ്കിലും അമല് കമ്മിയാണെങ്കിലും നിന്റെ മഗ്ഫിറത്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് എഴുതി ഖബറിലവിടെ വെച്ചു കൊടുക്കും. അയ്യോ വല്ല ഇളവും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നാണ് പോലെ ധാരണ. അങ്ങനത്തെ ഏർപ്പാടില്ല. ഏത് വലിയോ മരിച്ചാലും ഏത് ചെറിയോ മരിച്ചാലും ശരി ഖബറിൽ അല്ലാഹ് നിശ്ചയിച്ച ചില ചോദ്യങ്ങളുണ്ട്, അതില്ലാതെക്കൂല. അതേപോലെ പുറത്തെഴുതി വെക്കലുണ്ട്. നബി വിരോധിച്ച കാര്യമാണ് ഖബറുമായി ബന്ധപ്പെട്ട് എഴുത്തന്നെ ഇല്ല. ഖബറുമായി ബന്ധപ്പെട്ട് 5 കാര്യം വിലക്കി. ആ 5 കാര്യവും ഇത് സമൂഹത്തിലുണ്ട്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സൽ ഖബറു വഅൻ യുബ്ന അലൈഹി വഅൻ യുഖഅദ അലൈഹി. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറുമായി ബന്ധപ്പെട്ട് വിരോധിച്ചിരിക്കുന്നു. അൻ യുജസ്സൽ ഖബറു, ഖബർ കുമ്മായമിടൽ വിരോധിച്ചിരിക്കുന്നു. സിമന്റ് തേക്കാൻ പാടില്ല. വഅൻ യുബ്ന അലൈഹി, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കൽ കെട്ടിയുണ്ടാക്കൽ വിരോധിച്ചിരിക്കുന്നു. വഅൻ യുഖഅദ അലൈഹി, ഖബറിന്മേൽ ഇരിക്കലും നബി തങ്ങൾ വിലക്കിയിരിക്കുന്നു. 3 കാര്യം ആ ഹദീസ് പറഞ്ഞു. ഖബർ കുമ്മായമിടൽ, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കൽ, ഖബറിന്മേൽ ഇരിക്കൽ. പക്ഷെ ഈ 3ഉം സമൂഹത്തിലുണ്ട്. കുമ്മായമിടാൻ പാടില്ല, കുമ്മായമിടുന്നുണ്ട്. എടുപ്പുണ്ടാക്കാൻ പാടില്ല, ജാറമുണ്ടാക്കി വലിയ എടുപ്പാക്കി മാറ്റുന്നു. ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഒരാഴ്ച ഒന്നാകെ പര കെട്ടിയിട്ട് ഖബറിന്റെ മേലെ കയറിയിരിക്കുന്നു. 3 പാടില്ല എന്ന് 3 ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ 2 കാര്യം കൂടി പറഞ്ഞു. വഅൻ യുക്തബ അലൈഹാ വഅൻ തൂതഅ, ഖബറിന്മേൽ എഴുതി വെക്കലും വിരോധിച്ചു, ഖബറിന്മേൽ ചവിട്ടലും വിരോധിച്ചു. എഴുതലുമുണ്ട് ചവിട്ടലുമുണ്ട് സമൂഹത്തിൽ. ഇതൊന്നും പാടില്ല എന്നാണ്. ഖബർ ഉയർത്താൻ പാടില്ല. ഒരു ചാണോളം ഉയരാം, അതാണ് ഖബറിന്റെ കണക്ക്. ഖബറാണെന്ന് അറിയാൻ, അനാദരിക്കപ്പെടാതിരിക്കാൻ, ചവിട്ടപ്പെടാതിരിക്കാൻ ഒക്കെ ഖബറാണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ചാണോളം ഉയർത്താം. അതാണ് സുന്നത്ത്. ഒരു ചാൺ ഉയർത്തിയിട്ട് മേലെ പരത്തി വെക്കാനാണ് പറഞ്ഞത്. അതിന് മീതേക്കുള്ള പാടില്ല, കെട്ടിയുയർത്താൻ പാടില്ല. ഒരുപാട് ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു അല്ലാഹുവിന്റെ ശാപമുണ്ട് ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കുന്നവർക്ക്. ധാരാളം ഹദീസുകൾ, 100ഓളം ഹദീസുകളിൽ ഖബർ കെട്ടിപ്പൊക്കുന്നതുമായി ബന്ധപ്പെട്ട് വിലക്കുന്ന അധ്യാപനങ്ങൾ 100ഓളം ഹദീസുകൾ വന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല നബി തങ്ങൾ പറഞ്ഞു ശിറാറുന്നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഷർറായവർ, ഏറ്റവും ദുഷിച്ചവർ, ലോകത്തെ മൊത്തം മനുഷ്യന്മാരിൽ ഏറ്റവും ഷർറായവരാര്, ഏറ്റവും ദുഷിച്ചവരാര്? ഹദീസിൽ 2 മറുപടിയാണ് പറഞ്ഞത്. ഒന്ന് മൻ തുദ്രിക്കുഹുമുസ് സാഅതു വഹും അഹ്യാ, ലോകം അവസാനിക്കുമ്പോൾ ജീവിച്ചിരിപ്പുള്ളവരാരോ അവരായിരിക്കും ലോകത്തെ ഏറ്റവും ദുഷിച്ച ആളുകൾ. കാരണം ഓരോ തലമുറ മുന്നോട്ട് പോകുമ്പോഴും കൂടുതൽ കൂടുതൽ ദുഷിച്ചവരായി മാറും. അവസാനം ഖിയാമത്തിനോട് അടുക്കുമ്പോൾ എല്ലാ വിശ്വാസികളും മരിച്ചു തീരും. ദുഷിച്ചവർ മാത്രം ലോകത്ത് ബാക്കിയാകും. അങ്ങനെ തെമ്മാടികളും തോന്നിവാസികളും മാത്രമുള്ള ഒരവസ്ഥയിലേക്ക് ലോകം മാറും. അന്ന് കഅബ പൊളിക്കപ്പെടും, മദീന വിജനമായി കിടക്കും, റോഡ് സൈഡുകളിൽ പരസ്യമായി വ്യഭിചാരങ്ങൾ നടക്കും എന്നൊക്കെ അന്നാണ് അല്ലാഹ് എന്ന് പറയാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ടാകും. വിശ്വാസികളുണ്ടാവില്ല. എല്ലാ മുഅ്മിനീങ്ങളും അതിനു മുമ്പ് തന്നെ അല്ലാഹുവിന്റെ റഹ്മത്തായി ഒരു പ്രത്യേകമായ കാറ്റ് വന്ന് ആ കാറ്റിലൂടെ മുഅ്മിനീങ്ങളെല്ലാം മരിച്ചു തീരും. പിന്നെ തെമ്മാടികൾ മാത്രമേ ലോകത്ത് ബാക്കി ഉണ്ടാവുള്ളൂ. അവരാണ് ലോകം കണ്ട ഏറ്റവും ദുഷിച്ച ഒരു കൂട്ടർ. 2ാമത്തെ കൂട്ടരാരാ? നബി തങ്ങൾ പറഞ്ഞു, 2ാമത്തെ ടീം വല്ലദീന യത്തഖിദൂനൽ ഖുബൂറ മസാജിദ, ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നവർ. ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നവർ അവരാണ് ലോകം കണ്ട തെമ്മാടികളിൽ ഏറ്റവും ദുഷിച്ച 2ാമത്തെ വിഭാഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇത് നമ്മുടെ നാട്ടിൽ അത് വലിയ ഒരു സുന്നത്തായി അല്ലെങ്കിൽ ഫർളായി വരെ എണ്ണപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം എത്തി.
ശരിയല്ല, ഏറെ ഗൗരവമാണ്. ഉയർത്തപ്പെട്ട എല്ലാ ഖബറും പൊളിച്ചു മാറ്റണമെന്നാണ് നബി തങ്ങളുടെ കൽപ്പന. ഉയർത്തപ്പെട്ട ഏതൊക്കെ ഖബറുണ്ടോ അതെല്ലാം പൊളിച്ചു മാറ്റി നിരപ്പാക്കി കളയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബിനോട് പ്രത്യേകമായി നിർദ്ദേശം നൽകിയത് പോലും ഹദീസിൽ കാണാൻ കഴിയുന്നു. ഖബറിന് എടുപ്പുണ്ടാക്കുക, ഖബറിന് ജാറമുണ്ടാക്കുക, ഖബറിന് മേലെ കുബ്ബ നിർമ്മിക്കുക, അതൊക്കെ പിൽക്കാലത്ത് വന്ന ഷിയാക്കൾ കൊണ്ടുവന്ന രീതികളാണ്. ഹിജറ 400 വരെ അല്ലെങ്കിൽ 350 വരെ ലോകത്തെവിടെയും ജാറമില്ല മുസ്ലിമീങ്ങൾക്കിടയിൽ. അതിനുശേഷമാണ് ഷിയാക്കൾ തുടങ്ങി വെച്ചു ഇറാഖിൽ. പിന്നീടാണ് ലോകത്തിറങ്ങിയ വ്യാപകമായി എല്ലാ ഭാഗത്തും ഉണ്ടായത്. ഖബർ അങ്ങനെയല്ല. ഖബർ ഒരു ചാണോളം ഉയർത്തി അനാദരിക്കപ്പെടാതിരിക്കാനുള്ള ഒരു സുരക്ഷ മാത്രമാണ് അതിനുള്ളത്, വേറൊന്നുമില്ല. അതുകൊണ്ട് ആ രംഗത്തൊക്കെ സുന്നത്തുകൾ എന്താണ് എന്ന് നമ്മൾ പഠിക്കുകയും ആ സുന്നത്ത് പ്രകാരം തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞ 3, 7, 14, 40 ആണ്ടും പറഞ്ഞ് ഓരോരോ പേരുകളിൽ ഓരോ ആചാരങ്ങൾ സമൂഹത്തിൽ വിടുന്നുണ്ട്. അവയൊക്കെയും പിൽക്കാലത്ത് വന്നവ തന്നെയാണ്. മരിച്ച ആളുടെ പേരിൽ അങ്ങനെ ഒരു ഏർപ്പാടില്ല. അയാൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാം. നേരത്തെ പറഞ്ഞല്ലോ, ചെയ്യാൻ അനുവാദമുള്ള ഏതെല്ലാം കർമ്മങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു അതൊക്കെ ചെയ്യാം. അതല്ലാതെ 3 പ്രത്യേകമായ ആചാരം, 7 മറ്റൊന്ന്, 14 വേറൊന്ന്, പിന്നെ 40 മറ്റൊന്ന്, അങ്ങനെ ഒന്നും ഇല്ല. ഷാഫി മദ്ഹബിൽ പോലും ഇല്ല. ഷാഫി മദ്ഹബിൽ പോലും കാണാം ഇങ്ങനെ പ്രത്യേകമായി ആചാരമുണ്ടാക്കുന്നുവെങ്കിൽ തടയണമെന്നും തടയാൻ മുമ്പിൽ നിൽക്കുന്നവരാരോ അവർക്ക് പ്രതിഫലം കിട്ടുമെന്ന് പോലും ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ പോലും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ അതൊക്കെ വലിയ ഒരു സുന്നത്തായി മാറുകയും ചെയ്യാത്തവൻ മോശക്കാരനായി, അവൻ കുഴപ്പക്കാരനായി, അവൻ പുത്തൻവാദിയായി വലിയ മുദ്ര കുത്തുന്ന ഒരു സാഹചര്യം പോലും ഇന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നു എന്നതുകൊണ്ട് ഒരു കാര്യം ഒരിക്കലും ദീനായി മാറുകയില്ല. അതുകൊണ്ട് ഏത് രംഗത്തും എന്ന പോലെ ഈ രംഗത്തും സുന്നത്തുകളെ, ആചാരങ്ങളെ കൃത്യമായി പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഈ സംസാരം അവസാനിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഒരു അവസരം കൊടുക്കണമെന്ന് സംഘാടകർ പറഞ്ഞിരുന്നു. അത് മാനിച്ചുകൊണ്ട് അനിവാര്യമായി അറിയേണ്ടതോ എൻ്റെ സംസാരത്തിൽ വിട്ടുപോയതോ ആയ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി ചോദിക്കേണ്ട, ഉണ്ടാക്കി ചോദിക്കും വേണ്ട. നീ ചോദിച്ചാൽ എല്ലാം പറയും, നിങ്ങൾക്ക് ഉറപ്പില്ല. അറിയണ മാത്രം പറഞ്ഞുതരും. നിങ്ങൾ എന്ത് ചോദിച്ചാലും പറയാൻ പറ്റുന്നില്ല, അത്ര വലിയൊരു ആയാലുമൊന്നുമല്ല. അറിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. അതല്ലെങ്കിൽ ഇവിടെയൊക്കെ പറയാൻ പറ്റിയ കുറേ ആളുകളുണ്ട്. അവിടെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന അനിവാര്യമായ പല വിഷയങ്ങളും ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് അറിവനുസരിച്ച് 10-15 മിനിറ്റ് സമയം നമുക്ക് അതിനു വേണ്ടി വിനിയോഗിക്കാം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.